ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആദിവ്. ഇന്നത്തെ ടോപ്പിക് ലഹരിക്കെതിരെയായുള്ള ഒരു ക്ലാസ്സാണ്. ഈ ക്ലാസ് നയിക്കുന്ന എൻ്റെ അമ്മയാണ്. അമ്മ ആലപ്പുഴ എക്സൈസ് ഡിവിഷനിൽ വനിതാ സിവിൽ എക്സൈസ് ഓഫീസറായി ജോലി നോക്കുന്നു. അപ്പോൾ ഞാൻ അധികമൊന്നും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമസ്കാരം, ഞാൻ ശ്രീജ എസ്. ആലപ്പുഴ ഡിവിഷനിൽ വനിതാ സിവിൽ എക്സൈസ് ഓഫീസറായി ജോലി നോക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ കോവിഡിൻ്റെയൊക്കെ കാലമാണല്ലോ അല്ലേ? ഈ കോവിഡിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു മുതിർന്നവരൊക്കെ തന്നെ വളരെയധികം ടെൻഷനിലും സങ്കടത്തിലും ഒക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ എന്താണ്, അവർക്ക് ജോലിക്ക് പോകാൻ പറ്റാതിരുന്നെങ്കിൽ, ലോക്ക്ഡൗൺ സമയങ്ങളിലൊക്കെ ജോലിക്ക് പോകാൻ പറ്റാതിരുന്നെങ്കിൽ, അതുപോലെ തന്നെ എന്താണ് സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഈ അസുഖം വരുമോ എന്നുള്ള പേടി, ഇതെല്ലാം കൊണ്ട് മുതിർന്നവരായ ഞങ്ങൾ എല്ലാവരും തന്നെ ധാരാളം ടെൻഷൻ അനുഭവിച്ചിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു കുട്ടികളായ നിങ്ങൾക്ക് അത്തരത്തിലൊരു ടെൻഷൻ കുറവായിരിക്കാം എന്ന് തോന്നുന്നു. പേപ്പറിലൂടെയൊക്കെ നിങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നിങ്ങൾ അറിയുന്നുണ്ട് കോവിഡിനെ കുറിച്ച് എങ്കിൽ പോലും നിങ്ങൾക്ക് കുറച്ച് സന്തോഷമുണ്ടാക്കിയ ദിനങ്ങളാണ് ഈ കടന്നുപോയതെല്ലാം എന്ന് ഞാൻ കരുതുന്നു. കാരണം എന്താണെന്നല്ലേ, എനിക്കറിയാം നിങ്ങൾക്ക് സ്കൂളിലൊന്നും പോകാതെ വീട്ടിലിരുന്ന് ഓൺലൈൻ ക്ലാസ്സുകൾ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇന്നേവരെ ഉണ്ടായിരുന്നില്ലല്ലോ ഇത്ര പ്രത്യേകത. ഇന്നേവരെ ഇങ്ങനെ പ്രത്യേകത ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് എന്ത്, ഓൺലൈൻ ക്ലാസ് വീട്ടിലിരുന്ന് തന്നെ പഠിക്കാം. കൊള്ളാലോ, സ്കൂളിലൊന്നും പോകണ്ട, രാവിലെ എഴുന്നേൽക്കണ്ട, കുളിക്കണ്ട. ചില കുട്ടികൾ മാത്രം എന്താ നല്ല വൃത്തിയായിട്ട് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായിട്ട് പിന്നാണ് പഠിക്കുന്നത്. പക്ഷെ ചില കുട്ടികൾ എന്ത് ചെയ്യുന്നത്, കുളിക്കുക പോലും ഇല്ലാതെ ഓൺലൈൻ ക്ലാസ്സിൽ കണ്ണൊക്കെ തിരിഞ്ഞ് അങ്ങ് വന്നിട്ട് എന്ത് ചെയ്യുന്നത്, ഓൺലൈൻ ക്ലാസ്സിലിരിക്കും. പല്ല് മാത്രം തേച്ചിട്ടൊക്കെ വരും. ഇനി അതും ചെയ്യാതിരുന്നാലും ഓൺലൈൻ ക്ലാസ് അല്ലേ, ആരും കണ്ടുപിടിക്കില്ലല്ലോ അല്ലേ? അങ്ങനെ സന്തോഷിച്ച് ഇരിക്കുകയാണ് നിങ്ങളെല്ലാവരും അല്ലേ? പക്ഷെ ചെറുതൊക്കെ ദുഃഖമുണ്ടാകാം. കുട്ടികളെ എന്താണ്, സ്കൂളിൽ ചെന്നാലേ എൻ്റെ കൂട്ടുകാരെ എല്ലാവരെയും കാണാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ കൂട്ടുകാരെ കാണണമെന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോകണം. അല്ലാതെ എങ്ങനെയാണ് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ സൂം ആപ്ലിക്കേഷനിലും അല്ലെങ്കിൽ എന്താണ് ഗൂഗിൾ മീറ്റിലൊക്കെ എനിക്ക് തോന്നുന്നു ഫ്രണ്ട്സിന് നമുക്ക് ഈ ഓൺലൈൻ വഴി കണ്ടുകൊണ്ടൊക്കെ സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. എൻ്റെ മോന് ഇതുപോലെ ചെയ്യുന്നുണ്ട്. അവൻ ആ ഗൂഗിൾ എന്താണ് സൂം ആപ്ലിക്കേഷനിൽ സൂമിലാണ് അവരുടെ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, അവരുടെ പ്രൊഫൈൽ പിക്ചറൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുക. അപ്പോൾ ക്ലാസ് തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും, അവൻ ആ പ്രൊഫൈൽ പിക്ചർ ഓൺ ചെയ്തിരിക്കുന്നതുകൊണ്ട് അവനെ കാണുന്നില്ല. ചിലപ്പോൾ ഞാൻ നോക്കുമ്പോണ്ട് അവൻ അവൻ്റെ കൂട്ടുകാരനെ അവിടെ വിളിച്ചിരുത്തി ആ ഓൺലൈനിലൂടെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ടീച്ചർ എന്തെന്ന് ചോദിച്ചപ്പോൾ ടീച്ചറിനെ നോക്കി നടക്കുക, അവിടെ ടീച്ചറിനെ കാണാനില്ല. അപ്പോൾ ആരെയും കാണുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്, കൂട്ടുകാരനെയാണ്. അപ്പോൾ ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു തമാശകളൊക്കെ നിങ്ങൾ കാണിക്കുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. ഞങ്ങൾ പാരൻസ് ഇതൊന്നും ശ്രദ്ധിക്കാതെ എന്താണ് വിടുമ്പോഴത്തേക്ക് ക്ലാസ്സിലല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റൂമിൽ അടച്ചിട്ട് വിട്ടു കഴിഞ്ഞാൽ എല്ലാം ജോറായി അല്ലേ? അപ്പോൾ ഇതുപോലെയുള്ള തമാശകളിലൂടെയൊക്കെ ഓൺലൈൻ ക്ലാസ്സുകൾ കളിച്ചിരിയോടെയും രസത്തോടു കൂടെയൊക്കെയാണ് നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സുകളിൽ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ കോവിഡിന്റെ സമയത്ത് ഇങ്ങനെയൊക്കെ എന്താണ് മുതിർന്നവരെല്ലാവരും ടെൻഷൻ അടിച്ച് നടക്കുമ്പോൾ കുട്ടികളായി നിങ്ങൾ മാത്രം എന്താണ് സന്തോഷിച്ചിരിക്കുന്നതെന്ന് ഞാൻ പറയും. എന്തുകൊണ്ട് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾക്ക് എന്താണ് ഒരു നിഷ്കളങ്കമായ മനസ്സാണ് നിങ്ങളുള്ളത് അല്ലേ? മറ്റുള്ള ആഹ്ലാദികളോ അല്ലെങ്കിൽ ടെൻഷൻ അങ്ങനെയൊന്നും നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് ആൾപ്പാടുള്ളത് എന്താണ്, നിങ്ങൾക്ക് എന്താണ് അമ്മയച്ഛനും എങ്ങനെ നോക്കുന്നു, പഠിക്കാൻ വിടുന്നു, അല്ലെങ്കിൽ പഠിക്കണം എന്ന് പറയുന്നു, അപ്പോൾ പഠിക്കുന്നു. അങ്ങനെയുള്ള കുറച്ച് ചിന്തകളിലൂടെ മാത്രം കടന്നു പോകുന്നതുകൊണ്ടായിരിക്കും പറഞ്ഞു നടക്കുന്ന കാര്യങ്ങളൊന്നും അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ചൊന്നും നിങ്ങൾ ബോധവാന്മാരാകാതിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ബോധവാന്മാരാകാതെ ഇരിക്കരുത് ഒരിക്കലും. നമ്മളിപ്പോൾ പഠിക്കാനൊക്കെ പോകുന്നു, വിടുന്നു അല്ലേ? എന്തിനു വേണ്ടിയാണ്? പഠിച്ച് നല്ല എന്താണ് ഉയർന്ന ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്താൻ വേണ്ടിയാണ് വീട്ടുകാരും എന്താണ് അധ്യാപകരൊക്കെ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്താ ഇങ്ങനെ പഠിച്ച് വലുതാവുമ്പോൾ ആരാകണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് പറയാമോ? അതായത് നിങ്ങളുടെ അംബിഷൻ
എന്താണ് എന്നൊന്ന് പറയാമോ? ഒന്ന് ഓർത്ത് നോക്കിക്കേ. പഠിച്ചു വലുതായിട്ട് നിങ്ങൾക്ക് ആരാകാനാണ് ആഗ്രഹം എന്നൊന്ന് ഓർത്ത് നോക്കി പറഞ്ഞു. എനിക്കറിയാം ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയ മറുപടി വെച്ചാൽ ചിലർക്കാരാണ് ഡോക്ടർ ആകണമെന്നാണ് അല്ലേ, വേറെ ചിലർക്കും എഞ്ചിനീയർ ആകണം, മറ്റു ചിലർക്ക് എന്താണ് എന്നെ പഠിപ്പിക്കുന്ന അധ്യാപകരെ പോലെ അല്ലെ ടീച്ചർ ആകണം, ചിലർക്ക് ബിസിനസ്മാൻ ആകണം, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകണം, അങ്ങനെ നേഴ്സ് ആകണം അല്ലെ. ധാരാളം ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ട്. എനിക്ക് തോന്നുന്നു വളരെയധികം ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു 50 കുട്ടികളുണ്ടെങ്കിൽ അതിലൊരു 30-35 ചിലപ്പോൾ 40 കുട്ടികളെങ്കിലും എന്ത് ചിന്തിക്കാം, എനിക്ക് വലുതാകുമ്പോൾ ഇന്നതായി തീരണം, അല്ലെങ്കിൽ ഒരു അംബീഷൻ വ്യക്തമായ ലക്ഷ്യബോധം ഉള്ളവരായിരിക്കും അല്ലേ. ബാക്കി കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ എന്താകണമെന്ന് എനിക്ക് അറിയില്ലല്ലോ, എന്താകണമെന്ന് അറിയാൻ പറ്റാതിരിക്കുന്നവർ. പക്ഷെ അങ്ങനെ ഒരിക്കലും ആകരുത് കേട്ടോ. നിങ്ങളിപ്പോൾ ഏത് ക്ലാസ്സിലായിക്കോട്ടെ ചെറുപ്രായത്തിലേ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു ഗോൾ സെറ്റ് ചെയ്ത് വേണം പഠിക്കാനായിട്ട്. ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ ഇങ്ങനെ ഇത്തരത്തിലെ ലക്ഷ്യബോധം ഉണ്ടാവണമെന്ന് പറഞ്ഞു. എന്താണെന്ന് ആഗ്രഹം, എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടെ വളരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഈ അംബീഷനൊക്കെ എന്താണ് നടക്കണമെങ്കിൽ നമ്മൾക്ക് എന്തുണ്ടായിരിക്കണം എന്നറിയാമോ? എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ അംബീഷൻ അനുസരിച്ച് വളരണമെങ്കിൽ? നിങ്ങൾക്കറിയാലോ, നന്നായിട്ട് പഠിക്കണം എന്ന് പറയും അല്ലേ. എനിക്ക് എൻ്റെ ലക്ഷ്യബോധത്തിൽ എത്തണമെങ്കിൽ, എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ നന്നായിട്ട് പഠിക്കണമെന്ന് നിങ്ങൾ പറയും. ശരിയാണ്, നന്നായിട്ട് പഠിക്കണം. അപ്പോൾ നന്നായിട്ട് പഠിക്കണമെങ്കിൽ എന്ത് വേണം? ഇപ്പൊ പലതരത്തിലുള്ള ഉത്തരങ്ങളായിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ള പോകുന്നത്. നന്നായിട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ആരോഗ്യമുള്ള ഒരു മനസ്സ് വേണം, ആരോഗ്യമുള്ള ഒരു ശരീരം വേണം, പിന്നെയോ നല്ല ഒരു എന്താണ് ചിന്താശേഷിയും സുബോധവും വേണം. ഈ 3 കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്ത് പറ്റുള്ളൂ? നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആരോഗ്യമുള്ള മനസ്സ്, ആരോഗ്യമുള്ള ശരീരം, അതുപോലെ തന്നെ എന്താണ് സുബോധവും നല്ല ചിന്താശേഷിയും വേണം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങൾ ഇല്ലാതെ ആയാൽ എന്ത് ചെയ്യും? നമുക്ക് പഠിക്കാൻ പറ്റാതെ വരും അല്ലെ, അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റാതെ വരും. അപ്പോൾ ഈ 3 കാര്യങ്ങളെയും തകർക്കുന്ന ഒരു വില്ലനുണ്ട് നിങ്ങളുടെ ഇടയിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു വില്ലനുണ്ട്. അതിനെക്കുറിച്ചാണ് നമുക്ക് ഇന്ന് പറയേണ്ടത്. അതാണ് ലഹരി എന്ന് പറയുന്ന വില്ലൻ. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ, നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് നിങ്ങളെ ഉയർത്താതിരിക്കാൻ വേണ്ടി എന്താണ് ഈ നമ്മൾ പറഞ്ഞ ഈ പഠനത്തിനെ സഹായിക്കുന്ന, അല്ലെങ്കിൽ പഠിച്ച് നല്ല രീതിയിൽ എത്താൻ നിങ്ങളെ സഹായിക്കുന്ന ഈ ആരോഗ്യമുള്ള മനസ്സിനെയും ശരീരത്തെയും അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്താശേഷിയെയും എല്ലാം നശിപ്പിക്കുന്ന ഒരു വില്ലനാണ് ലഹരി എന്ന മാരകയുടം എന്ന് പറയാം. ഈ ലഹരിയെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ലഹരിയും സമൂഹവും എന്നതാണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് പത്രങ്ങളൊക്കെ നോക്കാറുണ്ട് അല്ലെ, അതുപോലെ ന്യൂസ് കേൾക്കാറുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് കാണാവുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ എന്താണ്, രാവിലെ ന്യൂസ് നോക്കുകയാണെങ്കിൽ ഒരു വാഹനമാണ് നടന്നിരിക്കുന്നത്, ഇത്ര പേര് മരിച്ചു, അല്ലെങ്കിൽ എന്താണ് കൊലപാതകം നടക്കുന്നത്, പിടിച്ചു വരിക, മോഷണം നടക്കുന്നു, ഇതൊന്നും അല്ലെങ്കിൽ എന്താണ് ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുടെ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നു, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പത്രമാധ്യമങ്ങളിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇതൊക്കെ എന്താണ്, ഇതിൻ്റെയൊക്കെ പുറകിൽ എന്ന് പറയുന്നത് ഒരു പരിധിവരെ ലഹരിയാണ്. ലഹരി ഉപയോഗിച്ചിട്ട്, അതായത് ലഹരി കരുതപ്പെട്ട് വയ്ക്കുന്ന, അല്ലെങ്കിൽ മദ്യപിച്ചിട്ടോ അല്ലെങ്കിൽ കഞ്ചാവ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മയക്കുമരുന്നുകൾ ഉപയോഗിച്ചോ വാഹനം ഓടിച്ച് മറ്റുള്ളവരുടെ കൂടെ ചെയ്ത് അപകടത്തിലാക്കുന്ന ആളുകളാണ് ഇന്ന് നമുക്ക് സമൂഹത്തിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്കറിയാം, നിങ്ങൾക്ക് ധാരാളം സ്വപ്നങ്ങളുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു അല്ലേ. അതായത് ഇന്ന ആളാണോ എന്ന അംബീഷൻ നിങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഇതേപോലെ സ്വപ്നം കണ്ടുകൊണ്ടാണ് നിങ്ങളുടെ പാരൻസും നിങ്ങളെ എന്ത് ചെയ്യുന്നത്? സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും പോയിരിക്കുന്നത്. എൻ്റെ മകനെ പഠിച്ച് വലുതാക്കി അവനെ നല്ല രീതിയിൽ എത്തിക്കണം എന്ന സ്വപ്നവുമായിട്ടാണ് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ സ്കൂളുകളിലേക്ക് അയക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങളെയും നിങ്ങളുടെ പാരൻസിൻ്റെ സ്വപ്നങ്ങളെയും എല്ലാം തച്ചുടയ്ക്കുന്ന ഒരു മഹാവിപത്താണ് ഈ ലഹരി എന്ന് പറയുന്നത്. നമ്മൾക്ക് കുറേ ആയിട്ട് എന്താണ് ഈ ലഹരിയെ കുറിച്ച് പറയുന്നത് അല്ലേ. അപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ തകർക്കും, നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്വപ്നങ്ങളെ തകർക്കും, എല്ലാത്തിനും കാരണം ഈ ലഹരിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഈ ലഹരി ഇതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്താണ് ലഹരി എന്ന് കേട്ടിട്ടുണ്ടോ? ലഹരി എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? എന്താണ് ലഹരി എന്ന് നിങ്ങൾക്കറിയാവോ? ഇല്ല അല്ലേ. ലഹരി എന്ന് വെച്ചാൽ ഏതൊരു വസ്തുവിനോട് നമുക്ക് തോന്നുന്ന അമിതമായ ആഗ്രഹം, ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്, അത് കിട്ടുന്നത്, അപ്പോൾ നമുക്ക് എന്ത് തോന്നുന്നു? അത് വീണ്ടും വീണ്ടും നമുക്ക് വേണമെന്ന് തോന്നലുണ്ടാക്കുന്നു. ഇത്തരത്തിൽ ഉണ്ടാക്കുന്ന ഈ ഒരു അനുഭൂതിയില്ലേ, ആ ഒരു തോന്നൽ, അതിനെയാണ് നമുക്ക് എന്ത് പറയാം? ലഹരി എന്ന് പറയാം. അപ്പോൾ ഏതൊരു വസ്തുവിനോട് തോന്നുന്ന അമിതമായ ആഗ്രഹം,
അല്ലെങ്കിൽ എന്താണ് അത് കിട്ടുമ്പോഴോ അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോഴോ നമുക്കത് വീണ്ടും വീണ്ടും വേണമെന്നൊരു തോന്നലുണ്ടാക്കുകയും ചെയ്യുന്ന ആ ഒരു അനുഭൂതിയാണ് നമുക്ക് ലഹരി എന്ന് പറയാൻ പറ്റുന്നത്. അപ്പൊ ഈ ലഹരി എന്ന് എന്താണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇത്തരത്തിൽ എന്താണ് നമ്മുടെ ആ മാനസികാവസ്ഥയെ മാറ്റിമറിക്കുന്ന വസ്തുക്കൾ അത് ഏതൊക്കെയാണോ, അല്ലെങ്കിൽ ലഹരി നൽകുന്ന പദാർത്ഥങ്ങൾ ഏതൊക്കെയാണോ അവയാണ് നമുക്ക് എന്തെന്ന് പറയാം, ലഹരി വസ്തുക്കൾ എന്ന് പറയാം. ഈ ലഹരി വസ്തുക്കളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, കേട്ടിട്ടുണ്ട്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ലഹരി വസ്തുക്കൾ എന്ന് അറിയാമോ? പുകയില ഉൽപ്പന്നങ്ങൾ ഒന്നാമതാണ്. പിന്നെ എന്ന് പറയുന്നത് 2 മദ്യം നമുക്ക് പറയാം. കേട്ടിട്ടുണ്ടല്ലോ നിങ്ങള്, പുകയില ഉൽപ്പന്നങ്ങൾ കേട്ടിട്ടുണ്ട്, മദ്യം കേട്ടിട്ടുണ്ട്, പിന്നെന്താണ് മയക്കുമരുന്നുകൾ അതും കേട്ടിട്ടുണ്ട് അല്ലെ. പിന്നെന്താണ് ഉത്തേജക മരുന്നുകൾ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട എന്തെന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ലഹരി വസ്തുക്കൾ എന്ന് പറയുന്നത്. അപ്പോ ഈ ലഹരി എന്താണെന്ന് കേട്ടു, നമ്മള് ലഹരി വസ്തുക്കൾ എന്താണെന്ന് കേട്ടു. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്കൊന്ന് നിങ്ങളുടെയൊക്കെ വീടുകളിലേക്ക് ഒന്ന് നോക്കിക്കേ. വീടുകളിൽ ഒന്ന് ആലോചിച്ചോക്കെ. വീട്ടില് നമ്മുടെ എന്താണ്, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ചിലര് എന്താണ് കൂട്ടുകുടുംബമായിരിക്കാം. അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും ചേട്ടത്തിയമ്മ ചേട്ടൻ അങ്ങനെ ഒരുപാട് പേര് ചേർന്ന ഒരു വലിയ ഫാമിലി ആയിട്ട് താമസം കൂട്ടുകുടുംബമായിരിക്കും അല്ലെ. ചില വീടുകളിൽ അണുകുടുംബങ്ങളാണ്, അച്ഛനും അമ്മയും മക്കളും മാത്രമാണ്. എൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കുന്ന സമയത്ത് എന്താണ് എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങൾ അണുകുടുംബത്തിലാണ് താമസിക്കുന്നത്. അച്ഛനും അമ്മയും ഞാൻ എന്നെ വിളിക്കുന്നു. ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന, പക്ഷെ ഇപ്പോൾ എൻ്റെ കൂടെ എൻ്റെ അച്ഛനൊക്കെ താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂട്ടുകുടുംബ വ്യവസ്ഥയുണ്ട്, അല്ലെങ്കിൽ അണുകുടുംബ വ്യവസ്ഥയും ഉണ്ടെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത്തരത്തില് എന്താണ് ഈ അണുകുടുംബ വ്യവസ്ഥയിലോട്ടൊക്കെ വന്നപ്പോഴത്തേക്കുമാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ കിട്ടാതെയാവുകയും കുട്ടികളെ ശ്രദ്ധിക്കാൻ സമയമില്ലാതാവുകയൊക്കെ ചെയ്ത് ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നു. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഞാനിത് ചോദിക്കാമെന്നതല്ല, നിങ്ങളുടെ വീടുകളിലെ ആരുടെയൊക്കെ വീടുകളിലാണ്, അതായത് ഇപ്പോൾ ഒരു കുറച്ച് കുട്ടികളിരിക്കുന്ന ആ കുട്ടികളുടെ എത്ര വീടുകളിൽ അല്ലെങ്കിൽ ആരുടെയൊക്കെ വീടുകളിലാണ് യാതൊരു തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാത്തത് എന്ന് നിങ്ങൾക്ക് പറയാമോ? ഒന്ന് ആലോചിച്ച് നോക്കി. അവനവൻ്റെ വീട്ടിലേക്ക് ഒന്ന് ആലോചിച്ചു. എൻ്റെ വീട്ടിൽ അച്ഛൻ മദ്യപിക്കാറുണ്ടോ? ചേട്ടൻ സിഗരറ്റ് വലിക്കാറുണ്ടോ? അല്ലെങ്കിൽ അമ്മൂമ്മ മുറുക്കുന്നത് കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അപ്പൂപ്പൻ മൂക്കിപ്പൊടി എന്തെങ്കിലും വലിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ലഹരി വസ്തുക്കൾ, ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ലഹരി വസ്തുക്കൾ. ബാക്കി കഞ്ചാവും മയക്കുമരുന്നൊന്നും നിങ്ങൾക്ക് അറിയണമെന്നില്ല അല്ലേ, നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. പിന്നെന്താണ് ചേട്ടന്മാരാരെങ്കിലും പാൻ മസാല അല്ലെങ്കിൽ പാക്കറ്റുകൾ അതൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ നിങ്ങൾ? അതൊക്കെ ഉപയോഗിക്കാറുണ്ടോ എന്നൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കി. ഇതിൽ ആരുടെയൊക്കെ വീടുകളിലാണ് യാതൊരു തരത്തിലുള്ള പുകയില വസ്തുക്കളും ഉപയോഗിക്കാത്തതായിട്ട് ഉള്ളത് എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. ഇപ്പൊ ഒരു മറുപടി എല്ലാവർക്കും കിട്ടിക്കാണല്ലോ അല്ലേ. അപ്പൊ ഇതില് ഇപ്പൊ എന്റെ മുന്നിലിരിക്കുന്ന കുട്ടികളുടെ നിങ്ങളുടെ വീടുകൾ പരിശോധിച്ചാൽ, അതായത് വീടുകളെ കുറിച്ച് നോക്കിയാൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും, വളരെ കുറച്ച് വീടുകളിൽ മാത്രമേ യാതൊരു തരത്തിലുള്ള ലഹരി വസ്തുക്കളും ഉപയോഗിക്കാത്തതായിട്ട് ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ബാക്കിയുള്ള വീടുകളിൽ എന്താണ്, ബാക്കിയുള്ള വീടുകളിൽ ഏതെങ്കിലും രീതിയിലുള്ള എന്താണ് ലഹരി വസ്തുക്കൾ അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്ക് പിടികിട്ടും. ഉണ്ടോ? നമ്മുടെ വീടിന്റെ അവസ്ഥ കണ്ടോ? അപ്പോൾ ലഹരിയെ കുറിച്ച് പറഞ്ഞ് ലഹരി വില്ലനാണ്, നമ്മുടെ സ്വപ്നങ്ങൾ തകർക്കുന്നു, നമ്മുടെ പാരന്റ്സിന്റെ സ്വപ്നങ്ങൾ തകർക്കുന്നു, എന്താണ് അത് മാരക വിപത്താണ്, അത് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ റോഡപകടങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അല്ല ആത്മഹത്യകൾ ഉണ്ടാക്കുന്നു, എല്ലാം നമ്മൾ പറഞ്ഞു. ഇത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ചിന്തിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ വീടുകളിൽ പോലും ലഹരി ഉപയോഗിക്കുന്നവരുടെ എണ്ണമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലും ലഹരി ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ഇത്തരത്തില് നമുക്ക് ഇപ്പോൾ മനസ്സിലായില്ല നമ്മുടെ വീട്ടിലെ അവസ്ഥ ഇതാണെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ ഈ നാടിന്റെ അവസ്ഥ നമുക്ക് നോക്കിക്കാൻ നമ്മുടെ ഈ കൊച്ചു ക്ലാസ് റൂമിലെ അവസ്ഥയാണിത്. അവിടെ നമ്മുടെ ക്ലാസ് റൂമിലുള്ള ഈ വീടുകളുടെ അവസ്ഥയാണ് ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ അവസ്ഥയെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, സമൂഹത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ ലഹരിയുടെ ഉപയോഗം വളരെയധികം വർദ്ധിച്ചു കഴിഞ്ഞു. ഇത്തരത്തില് ഈ ലഹരിയുടെ ഉപയോഗം ധാരാളം അമിതമായി ക്രമാതീതമായി വർദ്ധിച്ചതിന്റെ ഫലമായിട്ടാണ് സംസ്ഥാന സർക്കാർ ഇതിനെ ഒരു തടയിടണം എന്ന ഉദ്ദേശത്തോടുകൂടി എന്താണ് വിമുക്തി എന്ന ഒരു പദ്ധതി കൊണ്ടുവന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വിമുക്തി എന്നത് അല്ലെ. എല്ലാ സ്കൂളുകളിലും എക്സൈസ് വകുപ്പിന്റെ കീഴിൽ നിന്ന് ഏതെങ്കിലും ഉദ്യോഗസ്ഥർ വന്നിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. വിമുക്തിയുടെ കീഴിൽ ധാരാളം എന്താണ് ബോധവൽക്കരണ പരിപാടികളും അതുപോലെ തന്നെ കലാപരിപാടികളും അല്ലെങ്കിൽ കായിക മത്സരങ്ങളും എല്ലാം സംഘടിപ്പിച്ചിട്ടുമുണ്ട് ഞങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഈ വിമുക്തി എന്ന പദം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇത്തരത്തിലെ ലഹരിക്കെതിരായിട്ട് ലഹരിക്കെതിരെ തടയിടാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു കർമ്മ പദ്ധതിയാണ്, ഒരു മിഷനാണ് എന്ന് പറയുന്നത് വിമുക്തി എന്ന് പറയുന്നത്. അപ്പൊ ആ പേര് നിങ്ങൾ ഇനി കേട്ടിട്ടില്ല എന്ന് പറയുന്നത് എല്ലാവരും കേട്ടിട്ടുണ്ടോ? വിമുക്തി. അപ്പോൾ വിമുക്തിയെ കുറിച്ച് നമ്മൾ പറയല്ലോ. വിമുക്തി എന്നത് എന്താണ്? വിമുക്തി എന്നത് ഒരു കൂട്ടായ ദൗത്യമാണെന്ന് നമുക്ക് പറയാം. അതായത് വ്യക്തിയെയും സമൂഹത്തെയും ഇല്ലാതെയാക്കുന്ന ഈ ലഹരി പദാർത്ഥങ്ങളെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന്
തുടച്ചു നീക്കുക, പാടെ തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സംസ്ഥാന സർക്കാർ എക്സൈസ് വകുപ്പുമായി ചേർന്ന് പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഒരു കർമ്മ പദ്ധതിയാണ് വിമുക്തി എന്ന് പറയുന്നത്. അപ്പൊ ഈ വിമുക്തിയുടെ ഭാഗമായിട്ട് എന്താണ് മയക്കുമരുന്നുകൾ അല്ലെങ്കിൽ പാൻ മസാല എന്നിവയുടെ എല്ലാം എന്താണ് ലഹരി വസ്തുക്കളുടെ എല്ലാം വിപണനവും ഉത്പാദനവും തടയുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനൊക്കെ അടിമപ്പെട്ടു പോകുന്നവരെ അല്ലെ, ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന യുവജനങ്ങളെ അല്ലെങ്കിൽ യുവാക്കളെ അല്ലെങ്കിൽ അത് അടിമപ്പെട്ടു പോയവരെ എല്ലാം എന്ത് ചെയ്യുന്നു, പുനരധിവസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ബോധവൽക്കരണ പരിപാടികൾ ഇതെല്ലാം തന്നെ വിമുക്തി വിഭാവനം ചെയ്യുന്നുണ്ട്. അപ്പോൾ വിമുക്തി എന്ന് പറയുന്നത് ഒരു വലിയൊരു മിഷനാണ്, ഒരു പ്രൊജക്റ്റാണ്. അതിനകത്ത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കാര്യം നമ്മുടെ ഈ കേരളത്തെ, ഈ കൊച്ചു കേരളത്തിലെ യുവജനങ്ങളെയും എന്താണ് വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും എല്ലാം തന്നെ എന്ത് ചെയ്യണം, ലഹരിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഇനി ഒരിക്കലും ലഹരിക്ക് അടിമപ്പെടാൻ പാടില്ല, ലഹരിയുടെ ഉപയോഗത്തെ എല്ലാം തടയണം എന്ന ലക്ഷ്യമാണ് വിമുക്തിയിൽ ഉള്ളത്. ഇതാണ് വിമുക്തിയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നമുക്കറിയാം ലോകത്തിലെ തന്നെ ആദ്യത്തെ വ്യവസായം എന്ന് പറയുന്നത്, നിങ്ങൾ ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ലോകത്തിലെ തന്നെ ആദ്യത്തെ വ്യവസായം എന്ന് പറയപ്പെടുന്നത് എന്താണ്, മൺപാത്ര നിർമ്മാണമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് മദ്യനിർമ്മാണത്തെയാണ് പറയുന്നത്. പിന്നീട് ഉണ്ടായതായിട്ട് ഈ മദ്യനിർമ്മാണം പുരാതന കാലം മുതൽക്കേ ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. ഒരു ലഹരി വസ്തുവാണല്ലേ. അതുപോലെ തന്നെ നമുക്കറിയാം സിന്ധു നദീതട സംസ്കാരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ. അപ്പൊ അതിനെ കുറിച്ചൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ആര്യ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് എന്താണ് സോമരസം എന്ന പേരില് നമുക്ക് ഈ മദ്യത്തെ കുറിച്ച്, ഈ ലഹരിയെ കുറിച്ച് കേൾക്കാൻ കഴിയും. അവരുടെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് വരെ പറയപ്പെടുന്ന രീതിയിൽ സോമരസം എന്ന പേരില് ആ വേർഡ് തന്നെ മദ്യത്തെയാണ് സൂചിപ്പിച്ചിരുന്നത്. ലഹരി, അപ്പൊ ലഹരി പണ്ടുകാലം മുതൽക്കേ ഉണ്ടല്ലേ, മദ്യനിർമ്മാണം പണ്ടുകാലം മുതൽക്കേ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ കാണപ്പെടുന്നുണ്ട്. അപ്പൊ നമുക്ക് പണ്ടുകാലം മുതൽക്കേ ഉണ്ടായിരുന്നല്ലോ, ഇത് നല്ലതാണല്ലോ എന്നാണോ അതിന്റെ അർത്ഥം? അല്ല. നമുക്കറിയാം എന്താണ് ഭഗവത്ഗീത അല്ലേ, അർജുനനെ കൃഷ്ണ ഭഗവാൻ എന്താണ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് ഉപദേശിച്ചു കൊടുത്താണ് അല്ലെ ഭഗവത്ഗീത. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ധാരാളം ലക്ഷ്യങ്ങളും ലക്ഷ്യബോധങ്ങളും എല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്ത ഭഗവാന്റെ കുലമാണ് ഇത് യാദവ കുലം എന്ന് പറയുന്നത്. അപ്പൊ കൃഷ്ണനെ അല്ല ഞാൻ പറഞ്ഞത്, പൗരാണിക യാദവ കുലത്തിലെ പോലും എന്താണ് ഈ ലഹരിയുടെ ഉപയോഗം ഉണ്ടാകുന്നത്. അങ്ങനെ ലഹരി ഉപയോഗിച്ചാണ് ആ കുലം എന്താണ് വംശനാശം സംഭവിച്ചത്, പൗരാണിക യാദവ കുലം നശിച്ചു പോയത് എന്ന് രേഖകളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയ ഒരു എന്താണ് വിശേഷപ്പെട്ട അല്ലെങ്കിൽ എന്താണ് ഭഗവാന്റെ കുലമായിരുന്നു എന്ന് പറയപ്പെടുന്ന യാദവ കുലം പോലും നശിക്കാൻ കാരണമായത് ലഹരിയാണെങ്കിൽ നമ്മളെ പോലുള്ള സാധാരണക്കാരെ അല്ലെ, സാധാരണക്കാരുടെ കുടുംബങ്ങളിലൊക്കെ ലഹരി ഉപയോഗിച്ചുള്ള അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ നശിച്ചു പോയെന്ന് നമുക്ക് അറിയില്ലേ അല്ലെ. അത്രയും വിശിഷ്ടമായ ആ യാദവ കുലത്തിൽ പോലും സംഭവിച്ച കാര്യമാണെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളുടെ എന്താണ് കൊച്ചു കൊച്ചു കുടുംബങ്ങളിൽ പോലും ഈ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയാൽ എത്ര പെട്ടെന്നായിരിക്കും നാശം സംഭവിക്കുന്നത് അല്ലെങ്കിൽ നശിച്ചു പോകുന്നതെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. നമ്മൾ ഇതൊക്കെ എന്താണ് ലഹരി വസ്തുക്കളെ കുറിച്ചൊക്കെ പറഞ്ഞു വരികയായിരുന്നു അല്ലേ. അപ്പൊ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട ലഹരി വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലെ. ഏതൊക്കെയാണ്? പുകയിലോൽപ്പന്നങ്ങൾ, മദ്യം, മയക്കുമരുന്ന്, ഉത്തേജക മരുന്നുകൾ. ഇതൊക്കെയാണ് ഏതെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ലഹരി വസ്തുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആദ്യം പറയാം പുകയിലോൽപ്പന്നങ്ങൾ. നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ. പുകയിലോൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? പുകയില അടങ്ങിയിരിക്കുന്ന ഉൽപ്പന്നങ്ങളെയാണ് പുകയിലോൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. പുകയില അല്ലെ, ടുബാക്കോ പ്ലാന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ. എന്താണ് ടുബാക്കോ പ്ലാന്റിലെ ഒരു വിഷവസ്തു അടങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷവസ്തു ഏതാണ്? നിക്കോട്ടിൻ. നിക്കോട്ടിനാണ് പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷവസ്തു. അപ്പോൾ ഈ വിഷവസ്തു അടങ്ങിയ ഈ പുകയില അടങ്ങിയ ഉൽപ്പന്നങ്ങൾ എടുത്ത് ഉപയോഗിച്ചാൽ എന്താ സംഭവിക്കുക നമ്മുടെ ശരീരത്തിന് അല്ലെ, ശരീരകോശങ്ങൾക്കൊക്കെ നാശനഷ്ടം സംഭവിക്കാൻ നമുക്ക് ഊഹിക്കാം. ഈ പുകയില ഉൽപ്പന്നങ്ങളും എന്താണ് ഒരു ലഹരി തരുന്ന വസ്തുവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണ് ഈ പുകയില ഉൽപ്പന്നങ്ങൾ? നമുക്കറിയാലോ, സിഗരറ്റ് അല്ലെ. സിഗരറ്റ് വിളിക്കുന്ന ബീഡി, ബീഡി, സിഗരറ്റ്. അതുപോലെ തന്നെ എന്താണ് പാൻ മസാല. പിന്നെന്ന് പറയുന്നത് നമ്മുടെ അപ്പൂപ്പന്മാരുടെ അമ്മൂമ്മമാരുടെയൊക്കെ ശീലങ്ങൾ, മോശം ശീലങ്ങളായ എന്തൊക്കെയാണ്? മൂക്കിപ്പൊടി വലിക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ? മൂക്കിപ്പൊടി വലിക്കുന്ന. പിന്നെന്താണ്? പിന്നെ വെറ്റില മുറുക്കുന്നത്. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് പുകയില ഉൽപ്പന്നങ്ങളുടെ അല്ലെങ്കിൽ എന്താണ് പുകയില ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. അതിൽ സിഗരറ്റ് ബീഡിയൊക്കെ നമ്മൾ കത്തിച്ചിട്ട് അതിനെ വലിക്കുമ്പോഴത്തേക്കും സംഭവിക്കുന്നത് എന്താണ്? ആ പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന എന്താണ് നിക്കോട്ടിൻ അതെന്താണ് ശ്വാസകോശത്തിലേക്ക് എത്തും. അത് കത്തുമ്പോഴത്തേക്ക് നിക്കോട്ടിന് ടാർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, അത് ശ്വാസകോശത്തിലേക്ക് ചെല്ലുന്നു അല്ലെ. അങ്ങനെ നമുക്ക് എന്താണ് ശ്വാസകോശാർബുദം, ക്യാൻസർ, ശ്വാസകോശത്തിൽ ക്യാൻസർ ഉണ്ടാകുന്നു. ശ്വാസകോശാർബുദം, അതുപോലെ തന്നെ എന്താണ് ചുണ്ടിലൊക്കെ അധരാർബുദം, അന്നനാളത്തിലെ ക്യാൻസർ, ഇങ്ങനെയുള്ള ധാരാളം എന്താണ് അസുഖങ്ങൾ നമുക്ക് പെട്ടെന്ന് പിടിപെടാൻ കാരണമാകും. അപ്പോൾ സിഗരറ്റും ബീഡി ഉപയോഗിച്ചാൽ ഇങ്ങനെ സംഭവിക്കുന്നു. പിന്നെ അമ്മമാരൊക്കെ ഉപയോഗിക്കുന്ന വെറ്റില മുറുക്കിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു അല്ലെ. അത് എന്താണ് അവിടെ അവരുടെ വായിൽ അധരാർബുദവും അതുപോലെ തന്നെ അകത്തോട് ചെല്ലുമ്പോഴത്തേക്കും എന്താണ്
അന്നനാളത്തിൽ അങ്ങനെയുള്ള ക്യാൻസറിന് കാരണമാകുന്നതാണ് ഈ പുകയില ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ എന്ന് നമുക്ക് പറയാൻ പറ്റും. മൂക്കിപ്പൊടി വലിക്കുമ്പോഴും സംഭവിക്കുന്നതാണ് മൂക്കിലുള്ള എന്താണ് ചെറിയ തീരെ നൈസായ മൃദുലമായ കോശങ്ങളാണ് മൂക്കിലുള്ളത്. അപ്പൊ ഈ കോശങ്ങൾക്കൊക്കെ എന്ത് സംഭവിക്കുന്നത്, പിടിച്ച് വലിക്കുമ്പോഴത്തേക്കും ഈ എന്താണ് വിഷവസ്തുവല്ലേ നിക്കോട്ടിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂക്കിപ്പൊടി എന്താണ് തലച്ചോറെത്തിയിട്ട് നമ്മുടെ മണുക്കാനുള്ള മണം അല്ലെ, മൂക്കിന്റെ പ്രത്യേക മണം അറിയാനുള്ള ശേഷിയല്ല, അതിനെ ആ ഗന്ധം അറിയാനുള്ള ശേഷി തലച്ചോറിലുള്ള ആ ശേഷിയെ നശിപ്പിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടോ, നമ്മൾ രസത്തിനൊക്കെ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങളാണിത്. പക്ഷെ അതെന്താണ് നമ്മുടെ ശരീരത്തെ ദോഷകരമായി ബാധിക്കുകയാണ് പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുണ്ടാവുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ കുട്ടികൾക്ക് അറിയാവുന്ന കാര്യം വെച്ചാൽ ഞങ്ങളിപ്പോൾ അവിടെ എക്സൈസ് ഓഫീസിലൊക്കെ വെച്ച് ഏതെങ്കിലും സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ ടീച്ചേഴ്സൊക്കെ പറയുന്നത് എന്താ ഈ കുട്ടിയുടെ കയ്യിലൊക്കെ എന്താണ് പാൻ മസാല പാക്കറ്റ് പിടിച്ചു. അപ്പോൾ അവനെയൊക്കെ ചോദ്യം ചെയ്യുമ്പോഴായിരിക്കും പറയുന്ന അവൻ ഏതെങ്കിലും കൂട്ടുകാരൻ തന്നതാണ്, എന്താണ് പൈസയൊക്കെ എവിടെ നിന്നെങ്കിലും ഒപ്പിച്ചിട്ട് കൂട്ടുകാരൻ തന്നതാണ്. ഈ പാൻ മസാലയ്ക്കകത്തൊക്കെ എന്താണെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ പാൻ മസാലയുടെ പാക്കറ്റ്? ഇതുപോലത്തെ വർണ്ണക്കടലാസിനുള്ളിലെ കൊലയാളി എന്നാണ് ഈ പാൻ മസാല അറിയപ്പെടുന്നത്. വർണ്ണക്കടലാസിനുള്ളിലെ കൊലയാളി. അപ്പൊ അതായത് ഇതിന്റെ പുറത്ത് എഴുതിയിട്ടുണ്ട് ടുബാക്കോ കോസസ് മൗത്ത് ക്യാൻസർ എന്ന് എഴുതിയിട്ടുണ്ട്. അതിന്റെ പുറത്തെ പിക്ചർ നിങ്ങൾക്കറിയാം. ഇവിടെ തൊണ്ടയിൽ ക്യാൻസർ ഉണ്ടായി, മൊത്തത്തിൽ ക്യാൻസർ ഉണ്ടായതായി ഇരിക്കുന്ന ഒരു പിക്ചർ വരെ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തില് എന്താണ് പാൻ മസാല അതും എന്താണ് ഒരു പുകയില ഉൽപ്പന്നമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഈ പുകയില ഉൽപ്പന്നമായ പാൻ മസാല വർണ്ണക്കടലാസിനുള്ളിലെ കൊലയാളി എന്നറിയപ്പെടുന്നത് ഞാൻ പറഞ്ഞു. അതിനകത്ത് എന്താണ് കുപ്പിച്ചില് വരെ പൊടിച്ച് ചേർത്തിട്ടുണ്ട്. ഇതിനകത്തുള്ള പുകയിലയും അതുപോലെ എന്താണ് കഞ്ചാവിന്റെ വേര്, അതുപോലെ ഗാഞ്ചാമത്തായ ചെടികളുടെയൊക്കെ എന്താണ് ചെടിയുടെ കറ, അങ്ങനെയുള്ള പലതും എന്താണ് അതിനകത്തുള്ള ലോഹ സംയുക്തങ്ങൾ, വിഷകരമായ ലോഹ സംയുക്തങ്ങൾ എല്ലാം അടങ്ങി പൊടിച്ച് കൂട്ടി പുകയില എല്ലാം കൂടെ കൂട്ടിയാണ് എന്താണ് ഈ പറഞ്ഞ പാൻ മസാല പാക്കറ്റ് വരുന്നത്. അപ്പോൾ ഈ പാൻ മസാല എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ വായിൽ ക്യാൻസർ ഉണ്ടാക്കുന്നുണ്ട്. കാര്യം ഇത് ചുണ്ടിനടിയിലൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും ഇതിലെ കുപ്പിച്ചിലൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ ചുണ്ടിനടിയിൽ ചെറിയ പെട്ടെന്ന് തന്നെ മുറിവേൽപ്പിക്കും അല്ലെ, ചുപ്പിച്ചിലല്ലേ മുറിവേൽപ്പിച്ച് ബ്ലഡിലൂടെ പെട്ടെന്ന് തന്നെ ഈ ലഹരി തലച്ചോറിലേക്ക് എത്തുന്നു, നമ്മുടെ ശരീരത്തെ അങ്ങനെ ബാധിക്കുന്നു. അങ്ങനെ വായിലൊക്കെ ക്യാൻസർ ഉണ്ടാകാൻ കാരണമാകും. നമുക്കറിയാം അതൊക്കെ ഉപയോഗിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, അവരുടെ വായും ചുണ്ടൊക്കെ കാണുമ്പോഴേ മനസ്സിലാവും. പിന്നീട് ക്യാൻസർ വന്ന് മരണത്തിലേക്ക് നയിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഏതെങ്കിലും കൂട്ടുകാരൊക്കെ കൊണ്ടുവന്നാലൊന്നും എന്താണ് ഇത് ഉപയോഗിക്കാനൊക്കെയത് ഇതൊന്നല്ല, ഈ പാൻ മസാലയെന്നല്ല യാതൊരു തരത്തിലുള്ള പുകയില വസ്തുക്കളും നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കരുത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ഇതൊക്കെയാണ് പുകയില ഉൽപ്പന്നങ്ങൾ വരുന്നത്. ഇനി എന്ന് പറയുന്നത് മദ്യമാണ്. മദ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, മദ്യം എന്ന് പറയുന്നത് ഈഥൈൽ ആൽക്കഹോൾ അടങ്ങിയ, ഈഥൈൽ ആൽക്കഹോൾ അടങ്ങിയ കുടിക്കാൻ പറ്റുന്ന പാനയോഗ്യമായ ദ്രാവകങ്ങളാണ് മദ്യം എന്ന് പറയുന്നത്. മദ്യം നിങ്ങൾക്കറിയില്ലേ, കള്ള് കേട്ടിട്ടില്ലേ? അതായത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന മദ്യമുണ്ട്, അതായത് തെങ്ങിൽ നിന്നും കരിമ്പന, ചുവടപ്പന അങ്ങനെ നിന്നൊക്കെ എന്താണ് ചെത്തിയെടുക്കുന്ന മദ്യമുണ്ട്. പിന്നെന്താണ് എല്ലാത്തിലും രീതിയിൽ ആൽക്കഹോൾ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെന്താണ് വാറ്റിയെടുക്കുന്നുണ്ട്, അതായത് വിസ്കി, ബ്രാൻഡി, റമ്മൊക്കെ ഇല്ല, എന്നൊക്കെ പറയും. അപ്പോൾ അതെന്താണ് വാറ്റിയെടുക്കുന്ന മദ്യമുണ്ട്. പിന്നെ എന്ന് പറയുന്നത് എന്താണ്, പിന്നീട് മദ്യം വെച്ചാൽ കുളിപ്പിച്ചുണ്ടാക്കുന്ന അതിന് ബിയർ മുതലായവയൊക്കെ ഇല്ലേ, ആ ബിയർ അങ്ങനെ ഉള്ളതൊക്കെ എന്താണ് കുളിപ്പിച്ചെടുക്കുന്ന മദ്യം. അങ്ങനെ പലതരത്തിലെ കാറ്റഗറൈസ് ചെയ്ത് നമുക്ക് പറയാൻ മദ്യത്തെ കുറിച്ച്. ഏത് മദ്യമായാലും എന്താണ് നമ്മുടെ തലച്ചോറിനെയാണ് ബാധിക്കുന്നത്, തലച്ചോറിന്റെ സെറിബെല്ലത്തെയാണ് മദ്യം ബാധിക്കുന്നത്. സെറിബെല്ലത്തെ ബാധിച്ച് നമുക്ക് എന്താണ് എല്ലാ സുബോധം നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് പോകുന്നു. മദ്യപിക്കുന്നവരെ കാണുമ്പോഴേ നമുക്കറിയാം അല്ലെ, ആദ്യം മദ്യപിച്ച് പിന്നെ ചിരിച്ച് പിന്നെ കരഞ്ഞ് ആകപ്പാടെ എന്താണ് അല്ലാത്ത അവസ്ഥയിലൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ലെ. പക്ഷെ ഇത് ആ ഒരു കുറച്ച് നേരത്തെ ഒരു പ്രതിഭാസം, അത് കഴിയുമ്പോഴത്തേക്കും സംഭവിക്കും കാലക്രമേണ അവര് കരളിയും ലിവർ സിറോസിസും അതുപോലെ മഞ്ഞപ്പിത്തവും എന്താണ് അതുപോലെ ക്യാൻസർ പോലുള്ള രോഗങ്ങളും എല്ലാം ബാധിച്ച് അവരും എന്താണ് പെട്ടെന്ന് തന്നെ മരണത്തിലേക്ക് കീഴടങ്ങുന്നതായിട്ട് കാണാം. ഈ ബോധം നഷ്ടപ്പെടുത്തി, അതായത് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും വിഷമം തോന്നുന്നു, ഉടനെ ഇവിടെ പോയി മദ്യപിക്കുന്നത്, ആ സ്വഭാവം നഷ്ടപ്പെടുത്തുന്ന നമ്മൾ ഓർക്കുന്നില്ല എന്ന രീതിയിലേക്ക് മാറുന്നതാണ് സംഭവിക്കുന്നത്. അതിന്റെ കാര്യമുണ്ടോ? നമ്മളെന്റെ ഒരു മനസ്സിനെ കൺട്രോൾ ഉണ്ടാക്കാൻ പഠിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ എന്ത് വന്നോട്ടെ, ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വന്നോട്ടെ അതിനെയൊക്കെ നേരിടാൻ വേണ്ടി പഠിക്കുക. അല്ലാതെ ബോധം നശിപ്പിച്ച് എന്താണ് ബോധം കെടുത്തിയിട്ടിട്ട് ഇനി എന്തെങ്കിലും എനിക്ക് സംഭവിച്ചാൽ ഞാൻ അറിയില്ല എന്ന് പറയുന്നതാണോ അതിലേ ചെയ്യേണ്ടത്? ഒരിക്കലുമല്ല. നമ്മൾ അതിന് എന്ത് വന്നാലും നമുക്ക് നേരിടാൻ പഠിക്കുക. കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനുവേണ്ടി ട്രെയിൻ ചെയ്യേണ്ടതാണ്. അപ്പം അതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഞാനിപ്പോൾ സുബോധത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറയുകയാണ്, നിങ്ങളെ കുട്ടികളാണ് അല്ലേ, അപ്പം നിങ്ങൾക്കിപ്പോൾ യാതൊരു, ഞാൻ പറഞ്ഞു കൊറോണ വന്നാൽ പോലും നിങ്ങളെ അതൊന്നും ബാധിച്ചിട്ടില്ല. മുതിർന്നവർക്കും അല്ലെങ്കിൽ എന്താണ് മറ്റ് എല്ലാ മുതിർന്നവർക്കാണ് കൂടുതലും അതിനെക്കുറിച്ച് അറിയുന്നതും അല്ലെങ്കിൽ എന്താണ് അതിനെക്കുറിച്ചുള്ള ടെൻഷനുള്ളതും. നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ്, വീട്ടിലിരിക്കാൻ
സ്കൂളിൽ പോകേണ്ട ഇങ്ങനെയുള്ള കൊച്ചു സന്തോഷമാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലുതാവുമ്പോൾ ഉണ്ടാകുന്ന ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികൾ കടന്നു വരും. അപ്പോൾ അതിനെയൊക്കെ നേരിടാൻ നിങ്ങൾ ഇപ്പോഴേ ശീലിക്കണം. ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണ്? വലുതാവുന്ന സമയത്ത് ജീവിതയാത്രയിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് തളർന്നു പോകും, അല്ലെങ്കിൽ അതിനെ നേരിടാൻ പറ്റാതെ വരും. അങ്ങനെ വരുമ്പോഴാണ് ഇപ്പൊ ഈ പറഞ്ഞ സുബോധം നഷ്ടപ്പെടുത്താൻ വേണ്ടി മദ്യപിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ള ലഹരി വസ്തുക്കളെ തേടി പോകുന്നത്. എന്നിട്ട് എന്താണ്? അതുകൊണ്ട് വിഷമം മാറില്ല, നമ്മളുടെ ബോധം നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല, നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോഴേ നമ്മുടെ മൈൻഡിൽ ഒരു കൺട്രോൾ ഉണ്ടാക്കുക. മൈൻഡ് കൺട്രോൾ ടെക്നിക്സ് നിങ്ങൾ പഠിക്കണം. നിങ്ങൾക്ക് സ്കൂളുകളിൽ യോഗ ക്ലാസ്സുകളൊക്കെ ഉണ്ടല്ലോ അല്ലേ? യോഗയുണ്ട്, മെഡിറ്റേഷൻ പഠിപ്പിക്കുന്നുണ്ടാവും. അപ്പോൾ യോഗ, മെഡിറ്റേഷൻ മുതലായ രീതികളൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ നല്ല രീതിയിൽ ഒരു മൈൻഡ് കൺട്രോൾ ഇപ്പോഴേ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? അത് ശീലിച്ചെടുക്കണം. എങ്കിലേ നിങ്ങൾക്ക് വലുതാകുമ്പോൾ എന്താണ് ഒരു പ്രയാസം നേരിടുമ്പോൾ ഓടിപ്പോയി ലഹരി വസ്തുക്കളെ തേടി പോവാതെ അതിനെ ധൈര്യപൂർവ്വം നേരിടാനായിട്ട് നിങ്ങൾക്ക് പറ്റുകയുള്ളൂ. അപ്പോൾ മൈൻഡ് കൺട്രോൾ ടെക്നിക്സ് ഇത് നമ്മുടെ ലഹരിയായിട്ട് ബന്ധപ്പെട്ടുള്ള ശീലമാണ്. അതിലോട്ടൊന്നും അടിമപ്പെട്ട് പോകാതിരിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിങ്ങൾ രാവിലെ എപ്പോഴാണ് എഴുന്നേൽക്കുന്നത്? നിങ്ങളെല്ലാവരും 4 മണിക്ക് എണീക്കുന്നവരുണ്ടോ? 5 മണി പോട്ടെ, 6 മണിക്ക് എഴുന്നേൽക്കുന്നവരുണ്ടോ? എനിക്ക് തോന്നുന്നു എന്റെ മുന്നിലിരിക്കുന്ന കുട്ടികളിൽ 6 മണി കഴിഞ്ഞും 7 മണിക്ക്, അതായത് 7 മണിക്ക് 8 മണിക്ക് എഴുന്നേൽക്കുന്നവരുണ്ട്. ഇപ്പൊ സ്കൂളിലും കൂടെ പോകണ്ടാത്തതുകൊണ്ട് ക്ലാസ് ടൈം നോക്കി എഴുന്നേൽക്കുന്ന കുട്ടികൾ വരെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? പക്ഷെ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ. സ്കൂളിൽ പോകുന്നു, സ്കൂളിലുള്ള ദിവസം നമ്മൾ നേരത്തെ ഇരിക്കുന്നു, ആ ശീലമൊക്കെ മാറ്റണം. അത് നിങ്ങൾക്ക് ഒരു കൃത്യമായ ഒരു മാർഗനിർദ്ദേശം തരാൻ ആരുമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ആയി പോകുന്നത്. അപ്പൊ ഞാൻ പറയുകയാണ്, നിങ്ങളിപ്പോ എന്ത് ചെയ്യണം? രാവിലെ ഇപ്പൊ 8 മണിക്ക് എഴുന്നേൽക്കുന്ന കുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യമൊക്കെ ഒന്ന് ശ്രമിച്ച് 7 മണിയോട്ട് മാറണം, പിന്നെ 16 മണി, അങ്ങനെ എന്ത് ചെയ്യണം? ഒരു 5-5:30 എഴുന്നേൽക്കാനായിട്ടുള്ള ആദ്യമേ ഒരു ശീലം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഒറ്റയടിക്ക് 8 മണിക്ക് എഴുന്നേൽക്കുന്ന കുട്ടിക്ക് ഇന്ന് വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓടിപ്പോയിട്ട് 6 മണിക്കോ 5 മണിക്കോ ഒന്നും എണീക്കാൻ പറ്റില്ല. നിങ്ങൾ പടിപടിയായിട്ട് 1/2 മണിക്കൂർ കൂട്ടി, ഒരാഴ്ച 1/2 മണിക്കൂർ കൂട്ടുക, അടുത്ത ആഴ്ച വീണ്ടും നെക്സ്റ്റ്, അങ്ങനെ കയറി എന്ത് ചെയ്യണം? ഒരു 5-5:30 ടൈമിൽ എഴുന്നേൽക്കാനായിട്ട് കുട്ടികളായി നിങ്ങൾ ശീലിക്കണം. പിന്നീട് ഒരു 4-4:30 ടൈമിലൊക്കെ ആയാലും അത്രയും നല്ലത്. കാര്യം ബ്രഹ്മമുഹൂർത്തം എന്നൊരു മുഹൂർത്തമുണ്ട്. ആ ബ്രഹ്മമുഹൂർത്തത്തിൽ എന്താണ്? ആ സമയത്ത് എഴുന്നേറ്റ് പഠിച്ചാൽ എല്ലാം നിങ്ങളുടെ തലയിൽ പെട്ടെന്ന് തന്നെ, ഒരു രാത്രി കുത്തിയിരുന്ന് പഠിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുമെന്നാണ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എഴുന്നേൽക്കുന്നത്, അതായത് 4 മണിക്ക് എഴുന്നേൽക്കുന്ന കുട്ടികളുടെ ഒരു ക്ലബ്ബ് തന്നെയുണ്ട് നമ്മുടെ കേരളത്തിൽ, 4AM ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കറിയാം ആ ക്ലബിനെ കുറിച്ച്. ആ ക്ലബില് കുട്ടികളെല്ലാം 4 മണിക്ക് എണീക്കും. എണീറ്റിട്ട് എന്ത് ചെയ്യും? അവര് 4 മണിക്ക് എണീറ്റിട്ട് അവർ ഗുഡ് മോർണിംഗ് മെസ്സേജ് ആദ്യം എഴുന്നേറ്റ് ഗുഡ് മോർണിംഗ് മെസ്സേജ് വിടുകയാണ്. ഞാൻ 4 മണിക്ക് എണീക്കും. അപ്പോൾ ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ആ ഗ്രൂപ്പില്, ഞാൻ കണ്ടിരിക്കുന്ന വെച്ചാൽ ആ ഗ്രൂപ്പിലെ കുട്ടികൾ 4 മണിക്ക്, ചിലർ 3:30, 3:45 ആ ഒരു സമയത്തൊക്കെ എണീറ്റിട്ട്. അപ്പൊ ഇത് തുടങ്ങിയ സമയത്ത് ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത്? എന്നിട്ട് 2:30 എണീറ്റ് മെസ്സേജ് ഇട്ട കുട്ടികളുണ്ടായിരുന്നു. 2:45 അവസാനം എൻ്റെ ഗ്രൂപ്പ് അഡ്മിൻസ് അവരെ ഉപദേശിച്ച് അങ്ങനെ എണീക്കരുത്, നമുക്ക് ഉറക്കം വേണം, നമ്മുടെ ബ്രെയിനിനെ റെസ്റ്റ് വേണം, റെസ്റ്റ് കിട്ടുമ്പോൾ അത്യാവശ്യമാണ്. അങ്ങനെ ചെയ്തത് അവർക്കൊരു ഹരമായി. രാവിലെ എണീക്കാന്നുള്ള, ഞാൻ എണീക്കും എന്നൊരു ഉറച്ച തീരുമാനം എടുത്ത് അവർ മുന്നോട്ട് പോയതാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ മെസ്സേജ് ഒക്കെ വിട്ട് ഗുഡ് മോർണിംഗ്, ഞാനാണ് അധികം എണീറ്റതെന്ന് വരുത്താൻ വേണ്ടി ചെയ്യുന്നതാണ്. അങ്ങനെയൊന്നും ചെയ്യണ്ട. ബ്രെയിനിന് എന്തായാലും ഉറക്കം വേണം. ഇവിടെ നേരത്തെ കിടന്നു, അതായത് ഒരു 9:10 മണിക്കെങ്കിലും 9:10 അതിനുള്ളിലെങ്കിലും കിടക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ ഈ രാവിലെ എണീക്കുന്ന ശീലം, വൈകി എണീക്കുന്ന ശീലം പറഞ്ഞതുപോലെ തന്നെ നിങ്ങളിൽ പലർക്കും എന്തുണ്ടാകും? താമസിച്ച് കിടക്കുന്ന ഒരു ശീലം കാണും അല്ലേ? ചില കുട്ടികൾ പറയും ഞാൻ പഠിക്കാനിരിക്കുകയെന്ന് പറയും, ചിലർ പറയും എനിക്ക് അപ്പോഴേ ഉറക്കം വരുള്ളൂ എന്ന് പറയും. അതെന്തുകൊണ്ട് അപ്പോഴേ ഉറക്കം വരുന്നത്? നമ്മുടെ മൊബൈൽ ബുദ്ധിമുട്ടിരിക്കും അല്ലേ? മൊബൈൽ ഇപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും മൊബൈൽ കിട്ടിക്കണം, ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നു. ഇല്ലെങ്കിൽ പാരൻസിനോട് പഠിക്കാനാണ്, നോട്ട് എഴുതാനാണ് കടവെങ്കിലും നിങ്ങൾ പലരും എന്ത് ചെയ്യുന്നുണ്ടാവും? മൊബൈല് മേടിക്കുന്നുണ്ടാവും, അതും വെച്ച് കളിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ ഒരിക്കലും മൊബൈലിലുള്ള കളി അല്ലെങ്കിൽ TV കാണാൻ, കമ്പ്യൂട്ടർ ഗെയിം, ഇതൊന്നും ഒരു 9 മണിക്ക് ശേഷം നിങ്ങൾ ചെയ്യരുത്. എല്ലാം ഒരു 9-9:15 തീർത്തിട്ട് നേരത്തെ തന്നെ കിടക്കാൻ ശ്രമിക്കണം. കിടക്കാൻ ബെഡിലോട്ട് പോകുന്നതിന് 1/2 മണിക്കൂർ മുമ്പ് തന്നെ ഇതെല്ലാം 1/2 മണിക്കൂർ 1 മണിക്കൂർ മുമ്പ് തന്നെ ഫോണും അല്ലെങ്കിൽ എല്ലാം നിങ്ങൾ മാറ്റി വെച്ചിരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യാം? കിടക്കുന്നതിന് മുമ്പ് ഒന്ന് മൈൻഡൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് പറ്റുമെങ്കിൽ കിടക്കുന്ന സമയത്ത് ഒരു ചെറിയ രീതിയിൽ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് കിടക്കുക. നാളെ രാവിലെ എനിക്ക് എണീക്കണം, ഇത്ര മണിക്ക് എണീക്കണം എന്ന ചിന്തയോടുകൂടെ നേരത്തെ കിടന്നുറങ്ങി നേരത്തെ എഴുന്നേറ്റ് ചിട്ടയായിട്ട് മെഡിറ്റേഷനും യോഗയും
എക്സർസൈസും എല്ലാം ചെയ്ത് എന്ത് ചെയ്യണം, ചിട്ടയായ ഒരു ജീവിതശൈലി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ നമ്മൾക്ക് എന്താ പറഞ്ഞു തരാനാണെങ്കിൽ പറയാനുണ്ട്, ഒരുപാടുണ്ട് അവർക്ക് പറയാനായിട്ട്. അങ്ങനെ ചുരുക്കിയെന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നേരത്തെ കിടന്നുറങ്ങി നേരത്തെ എണീറ്റ് എന്താണ് ആ സമയത്ത് മെഡിറ്റേഷനും എക്സസൈസും ഉപയോഗമൊക്കെ ചെയ്ത് എന്നതിനെക്കുറിച്ച് ഏതെങ്കിലും ബുക്സ് ഒക്കെ വായിച്ചിട്ട് അതിനെന്തെങ്കിലും പഠിക്കാനുള്ള ബുക്സ് എടുത്ത് വായിക്കുക. അപ്പോഴത്തേക്ക് എന്താണ് അപ്പോൾ ഒന്ന് പോയി കുളിച്ചിട്ട് വരിക. രാവിലെ തന്നെ കുളിയും എല്ലാം കഴിഞ്ഞ് നല്ല കുട്ടികളായിട്ട് ചിട്ടയായ ഒരു ജീവിതശൈലി നിങ്ങൾ ഇപ്പോഴേ എന്താണ് ഉണ്ടാക്കിയെടുത്താൽ ഒരു കാരണവശാലും ജീവിതത്തിന്റെ യാത്രയിൽ വരുന്ന പ്രതിസന്ധികളെ നിങ്ങൾക്ക് എന്താണ് നേരിടാൻ കഴിയും. നേരിടാൻ പറ്റാതിരിക്കില്ല, അതായത് നേരിടാൻ കഴിയും. എന്ത് പ്രതിസന്ധി വന്നോട്ടെ നിങ്ങൾക്ക് അതിനെയൊക്കെ നേരിടാൻ പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇത് വലുതായി കഴിഞ്ഞ ഒരാളോട് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളോട് വേണം ഇതിനെക്കുറിച്ച് പറയാൻ. നമ്മൾ മദ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് എത്രയൊക്കെ പറഞ്ഞത്, ഞാൻ പറയാട്ടോ. അപ്പൊ എന്തായാലും മദ്യത്തെക്കുറിച്ചല്ല ഏത് ലഹരിവസ്തുക്കളെ കുറിച്ച് പറഞ്ഞാലും ഇത് പറയേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതിലൊന്നും അഴിമപ്പെടാതിരിക്കാനുള്ള മാർഗമായിട്ടാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ ടെക്നിക്സിനെയൊക്കെ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇത്തരത്തില് നല്ല രീതിയിൽ റൊട്ടീൻ വർക്ക്സോടുകൂടെ പോകുന്ന കുട്ടികള് ഒരു കാരണവശാലും എന്ത് ചെയ്യില്ല, യാതൊരു തരത്തിലുള്ള ലഹരിക്കും അടിമപ്പെട്ട് പോവുകയില്ല എന്ന് തന്നെയില്ല, അവർ കൃത്യമായ അവരുടെ ലക്ഷ്യബോധത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുമെന്നും ഉറപ്പാണ്. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ്, ഞാൻ പറഞ്ഞ രീതിയിലൊന്ന് നിങ്ങൾ ശ്രമിച്ചു നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയമുണ്ടാവും. ഒരു ലഹരിക്കും ഒരു ലഹരി വസ്തുവിനും നിങ്ങളെ അടിമപ്പെടുത്താൻ കഴിയുകയുമില്ല. ഒന്ന് ശ്രമിച്ചു നോക്കണം കേട്ടോ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കരുത്. ലഹരിയെ കുറിച്ചുള്ള ക്ലാസ്സാണ്. അപ്പോൾ ലഹരിക്ക് അടിമപ്പെടാതിരിക്കാൻ ഞാൻ പറഞ്ഞൊരു ടെക്നിക്കായിട്ടാണ് ഇത് എടുക്കേണ്ടത്. എല്ലാവരും ശ്രമിച്ചു നോക്കില്ലേ അത്? ആ ഒരു റൊട്ടീൻ വർക്ക്, നല്ലൊരു റൊട്ടീൻ വർക്ക് നിങ്ങളുടെ എന്താണ് ജീവിതത്തിൽ ഉടനീളം നമ്മുടെ ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് ജീവിതം അവസാനം വരെ നമ്മളത് പാലിക്കാൻ ശ്രമിക്കുകയും വേണം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ നമ്മുടെ വിഷയത്തെ കുറിച്ച് വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മദ്യത്തെ കുറിച്ചാണ് പറഞ്ഞത്, ലഹരി വസ്തുവായ മദ്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി എന്ന് പറയുന്നത് മയക്കുമരുന്നുകളാണ്. മയക്കുമരുന്നുകളിൽ വരുന്നതാണ് കഞ്ചാവ്, അല്ലെ? പ്രകൃതിയിൽ നിന്ന് കഞ്ചാവ്, കറുപ്പ് മുതലായ എന്താണ് അതുപോലെ ഹാഷിഷ്, പിന്നെന്താണ് ബ്രൗൺ ഷുഗർ, ധാരാളം മയക്കുമരുന്നുകൾ കേട്ടിട്ടുണ്ടല്ലോ. LSD, ഇപ്പോൾ പുതുതായിട്ട് നമ്മുടെ സമൂഹത്തിൽ കാണപ്പെടുന്ന LSD, MDMA, അങ്ങനെ ധാരാളം മയക്കുമരുന്നുകൾ നമ്മുടെ എന്താണ് സമൂഹത്തിൽ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് നമ്മൾ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല, പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു മയക്കുമരുന്നായിക്കോട്ടെ, ഇതും എങ്ങനെയാണ് കൂട്ടുകാരുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങിയോ അല്ലെങ്കിൽ എന്താണ് എനിക്ക് എന്താണ് ഞാൻ ആരും അല്ലെന്നൊരു തോന്നലിൽ നിന്നോ അല്ലെങ്കിൽ എന്താണ് ജീവിതത്തിൽ പരാജയപ്പെടുന്നു, ഒരു പഠനത്തിൽ ഒരു പരീക്ഷയിൽ എന്തെങ്കിലും പരാജയപ്പെടുമ്പോൾ ഉടനെ പോയി കഴിമപ്പെടുകയോ ഒക്കെ ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ ഇതൊക്കെ എന്താണ് അടിമപ്പെട്ട് വരുമ്പോഴത്തേക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ്, നമ്മുടെ മരണത്തിലേക്കാണ് അതിനെ നയിക്കുന്നത്. നിങ്ങളൊരു 10, 60 അല്ലെങ്കിൽ 70, 80 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ഒരു 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന എന്ന് വിചാരിക്കാം. അതിന് പകരം എന്താണ് 10, 30 വയസ്സാകുമ്പോഴേ അല്ലെങ്കിൽ 25, 30 വയസ്സാകുമ്പോഴേ നിങ്ങളെ മരണത്തിൽ വീഴേണ്ട അവസ്ഥയിലേക്കാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. മയക്കുമരുന്ന് എന്ന് പറയുന്നത് കഞ്ചാവോ എന്താണ് ബ്രൗൺ ഷുഗർ, ഹാഷിഷ്, അതുപോലെ തന്നെ എന്താണ് LSD, MDMA, അങ്ങനെയുള്ള ധാരാളം മയക്കുമരുന്നുകളാണ് ഇന്ന് വിപണിയിലുള്ളത്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇതിലോട്ടൊന്നും നിങ്ങൾ യാതൊരു തരത്തിലും ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കളിലേക്കൊന്നും അഴിമപ്പെടാതെ പോകാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ എന്ന് വെച്ചാൽ ഉത്തേജന മരുന്നുകളാണ്. അത് സ്പോർട്സ് താരങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ ഉത്തേജന മരുന്നുകൾ എന്ന് പറയുന്നത്. അതും എന്താണ് നമ്മുടെ പെട്ടെന്ന് ഉത്തേജനം ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് നമുക്ക് എന്താണ് ഓട്ടത്തിലായാലും ചട്ടത്തിലായാലും എല്ലാത്തിലും നല്ല രീതിയിലാക്കാൻ വേണ്ടി എന്താണ് ബ്രെയിൻ സെൽസിനെ ഇതാക്കുന്നതാണ്. പക്ഷെ അതിൻ്റെ ഉപയോഗം എന്താണ് ഒരുതരം ലഹരിയാണ്. അത് നമുക്ക് എന്ത് പറ്റില്ല, നമ്മുടെ ശരീരത്തിനെ മോശമായിട്ട് ബാധിക്കുകയാണ്. നല്ല ആരോഗ്യകരമായ അന്തരീക്ഷമല്ല സൃഷ്ടിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ഉത്തേജനത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. ഈ ഉത്തേജനത്തിൽ പെട്ടതാണ് എന്താണ് നിങ്ങൾ ഇരുമുഖൻ എന്നൊരു സിനിമ വെച്ചുകൊണ്ടപ്പോൾ അതിനകത്ത് കാണിക്കുന്നുണ്ട് ഹിറ്റ്ലർ ആ യുദ്ധ സമയത്ത് തന്റെ എന്താണ് പട്ടാളക്കാർക്ക് നൽകിയിരുന്നെന്ന് പറയുന്ന ഉത്തേജനം വരുന്നതാണ്. അപ്പോൾ അത് കഴിച്ചിട്ട് അവർ എന്ത് സംഭവിക്കുന്നത്, അവർക്ക് നല്ല ശക്തി എനർജറ്റിക്കതോടുകൂടെ അത് എന്താണ് ഇൻഹേൽ ചെയ്തിട്ട് എന്താണ് ഭയങ്കര എനർജി കിട്ടുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. തമ്മിൽ ഭയങ്കര ശത്രുക്കളെ എല്ലാം നിർത്തുകയും ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ അവസാനം എന്താ സംഭവിക്കുന്നത്, ഇതിന്റെ ഉപയോഗം നമ്മുടെ നെർവസ് സിസ്റ്റത്തെയാണ് ബാധിക്കുന്നത്, അല്ലെ? നാഡീവ്യവസ്ഥയാണ് ബാധിക്കുന്നത്. അങ്ങനെ ആ ഉത്തേജനത്തിന്റെ ഫലമായിട്ട് അവസാനം പരസ്പരം തമ്മിലടിച്ച് വരെ എന്ത് ചെയ്യുന്നു, ചാവുന്ന ഒരവസ്ഥയിലോട്ട് അവർ മാറുകയാണ് ചെയ്യുന്നത്. ഉത്തേജനം എന്ന് പറയുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്നുണ്ട്. ഏത് രീതിയിലാണ് ഈ ലഹരി വസ്തുക്കൾ നമ്മളെ ബാധിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം, കാരണം അത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആധുനിക കാലത്ത് മയക്കുമരുന്നുകളായിട്ട് എന്താണ് ബാർബിറ്ററൈറ്റ്സ്, അതുപോലെ തന്നെ നൈട്രോസെപ്പം, അങ്ങനെ ധാരാളം എന്താണ് ആംഫിറ്റാമിനുകൾ, അങ്ങനെയുള്ള ധാരാളം മയക്കുമരുന്നുകളിലൂടെ കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് മയക്കുമരുന്നുകളെ കുറിച്ച് പറയുന്നത്. പിന്നെ എന്ന് പറയാനുള്ളത്, ഇപ്പൊ മയക്കുമരുന്നിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇതെന്ന് വെച്ചാൽ എന്താ പറയാ, എന്തുകൊണ്ട് ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഉപയോഗിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ
ഡോപാമിൻ എന്ന് പറയുന്ന ഒരു രാസവസ്തു ഉൽപ്പാദിപ്പിക്കപ്പെടും. അപ്പൊ ഈ രാസവസ്തുവിന്റെ ഡോപാമിന്റെ എന്ന് പറയുന്ന രാസവസ്തുവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമ്മൾ ഈ ലഹരി വസ്തുക്കൾ കഴിക്കുമ്പോൾ അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അത് ഉൽപ്പാദിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾക്ക് പെട്ടെന്ന് സന്തോഷം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു ഉന്മാദാവസ്ഥ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു ആ രാസവസ്തുവിന്റെ ഉൽപ്പാദനം കൊണ്ട്. അപ്പൊ നമ്മളിപ്പോ മദ്യപിക്കുന്ന ഒരു പെഗ് കഴിച്ചു, ആദ്യം ഒരു പെഗ് മാത്രമേ കഴിക്കുള്ളൂ, അതിന് 2 പെഗ് 3 പെഗിലോട്ട് പോകും. അപ്പൊ അങ്ങനെയാണല്ലേ നമ്മൾ കാണുന്നത്. കഞ്ചാവായാലും സിഗരറ്റ് ഒക്കെ വലിക്കുന്നത് ആദ്യം ഒരു സിഗരറ്റ് ഒരു ദിവസം വയ്ക്കും, പിന്നെ എന്താണ്, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് 2 പിന്നെ കുറച്ച് സമയം 2-1 ഒതുങ്ങും. അങ്ങനെ കൂടി ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലേക്ക് പോകും. അതുപോലെ തന്നെയാണ് എന്ത് മയക്കുമരുന്ന്, കഞ്ചാവ് ഉപയോഗിക്കുന്നവരെ വല്ലപ്പോഴും ഒരിക്കലും ഉപയോഗിക്കും, പിന്നീട് എന്ത് ചെയ്യും, ആഴ്ചയിലാവും, പിന്നെ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറും. ഇതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ലഹരി വസ്തു ആദ്യം എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഡോപാമിന്റെ പ്രവർത്തനമായിട്ടുണ്ടാകുന്ന ഒരു മാനസിക നില അല്ലെങ്കിൽ ഒരു സന്തോഷം തോന്നുന്ന ഒരു അവസ്ഥ, അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഡോപാമിന്റെ പ്രവർത്തനം താഴേക്ക്, അതായത് ആ ഗ്രാഫ് താഴേക്ക് പോകുന്നു. അത് അധിക കാലം നിലനിൽക്കില്ല. അപ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? നമുക്ക് അടുത്ത അതിനേക്കാൾ കൂടിയ അളവിൽ ആ ലഹരി വസ്തു കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് സംഭവിക്കുകയുള്ളൂ, ആ ഒരു ഉന്മാദാവസ്ഥ അല്ലെങ്കിൽ ഒരു സന്തോഷം കിട്ടുന്നതായിട്ട് ആ ഉപയോഗിക്കുന്ന ആൾക്ക് ഫീൽ ചെയ്യുള്ളൂ. തോന്നലാണത് ആ ഉപയോഗിക്കുന്ന ആൾക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പൊ അയാൾ എന്ത് ചെയ്യും? വീണ്ടും അതിനേക്കാൾ കൂടിയ ലഹരി വസ്തു വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ എന്താണ്, അതിന് അടിമപ്പെട്ട് അയാളുടെ മരണത്തിലേക്കും നാശത്തിലേക്കും ഈ ലഹരി വസ്തുവിന്റെ ഉപയോഗം കൊണ്ടെത്തിക്കുന്നു. അതായത് അയാളോർക്കും ഞാൻ ഇത്രയൊക്കെ ഉപയോഗിക്കുകയുള്ളൂ, ഞാൻ വെറുതെ ഫ്രണ്ട്സിന്റെ കൂടെ അല്ല ഫംഗ്ഷൻ ഒന്ന് ജസ്റ്റ് ബിയർ അടിക്കുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ മദ്യപിക്കുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് സിഗരറ്റ് വലിക്കുന്നേ ഉള്ളൂ, എന്നെ ഇതൊന്നും ബാധിക്കില്ല, അല്ലെങ്കിൽ കഞ്ചാവ് വല്ലപ്പോഴും ഞാൻ ഉപയോഗിച്ചെന്ന് ഇതൊന്നും ബാധിക്കില്ല, അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചെന്ന് പറഞ്ഞ് ബാധിക്കില്ല എന്ന് നിങ്ങൾ ചിന്തിക്കും. അത് തെറ്റാണ്. ഇത് ഈ ലഹരി വസ്തു ഉപയോഗിക്കുമ്പോൾ ഈ ഡോപാമിന്റെ പ്രവർത്തനവുമായിട്ട് എന്താണ്, നമുക്കൊരു വല്ലാത്തൊരു ഉന്മാദാവസ്ഥ അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാക്കുകയും അത് പിന്നീട് വീണ്ടും വേണോ നമുക്ക് തോന്നുകയും ചെയ്യുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും ഉപയോഗിക്കുന്നു. അവസാനം ആ കിട്ടിയ അളവിൽ കിട്ടിയാൽ പോരാ, അതിനേക്കാൾ കൂടുതൽ കിട്ടിയാലേ ഈ ഒരു ലഹരിയുടെ ആ ഒരു ഇത് നിലനിർത്താൻ പറ്റുകയുള്ളൂ എന്ന് തോന്നുമ്പോൾ എന്താണ്, നമ്മൾ വീണ്ടും ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട് വീണ്ടും ഉപയോഗിക്കാൻ തുടങ്ങുന്നു. അപ്പൊ ആ ഒരു സ്ഥിതിയിലേക്ക് പോകുന്നതുകൊണ്ടാണ് ലഹരിക്ക് നമ്മൾ അടിമപ്പെട്ടു പോകരുത്, അല്ലെങ്കിൽ ലഹരി ഒരു പ്രാവശ്യം പോലും ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്. അപ്പൊ ഈ ലഹരി വസ്തു ഉപയോഗിക്കരുത് എന്താണ്, ലഹരിയോട് നമുക്ക് എന്ത് പറയാൻ പറ്റണം? നോ എന്ന് പറയാൻ പറ്റണം. സേ നോ ടു ഡ്രഗ്സ്. ലഹരി നമുക്ക് വേണ്ട, ആര് തന്നാലും വേണ്ട, എനിക്കത് വേണ്ട എന്ന് പറയുവാൻ പറ്റണം. വൈൻ പോലും നിങ്ങൾ കുടിക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. വൈനിൽ അധികം ബീറോ പോലും ഉപയോഗിക്കരുത് എന്നേ ഞാൻ നിങ്ങളോട് പറയുന്നത്. കാര്യം അതെന്ത് ചെയ്യുന്നു, പിന്നീട് അതിനേക്കാൾ കൂടിയ ലഹരി വസ്തുവിന്റെ ഉപയോഗത്തിലേക്ക് നിങ്ങളെ കടത്തിവിടും എന്നുള്ളത് കൊണ്ടാണ്, അത് അവസാനം നിങ്ങളുടെ നാശത്തിലേക്ക് കാരണമാവും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ലഹരി വസ്തുക്കളൊന്നും നിങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ ശ്രമിക്കരുത്. നമുക്കറിയാം ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ എങ്ങനെ നിങ്ങൾ അടിമപ്പെട്ടു പോകുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ലഹരി വസ്തുക്കളിൽ എങ്ങനെയാണ് ഇതിലോട്ട് നിങ്ങൾ അടിമപ്പെട്ടു പോകുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം പറയേണ്ടത്, ഇപ്പൊ നിങ്ങൾക്കറിയാം കുട്ടിക്കാലം അല്ലെ, കൊച്ചുകുട്ടിയായിരുന്ന ഒരവസ്ഥ, അതായത് 1 മുതൽ 10 വയസ്സ് വരെയുള്ള പ്രായത്തെ നമുക്ക് എന്താണ് ആ കാലഘട്ടത്തെ കുട്ടികളെ കുട്ടിക്കാലത്ത് നമുക്ക് വിശേഷിപ്പിക്കും, കുട്ടിക്കാലത്തിലാണ് പറയാം. പിന്നെ എന്ന് പറയുന്നത് ഒരു 10 മുതൽ 18 വയസ്സ് വരെ എന്ന് പറയുമ്പോഴത്തേക്കും അത് കൗമാര കാലഘട്ടത്തിലേക്ക് കിടക്കും. ഈ 10 മുതൽ 18 വയസ്സ് വരെ നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ വരുന്ന കുട്ടികൾ അല്ലെ, 10 മുതൽ 18 വയസ്സ് വരുന്ന കുട്ടികളെ കൗമാര കാലഘട്ടത്തിലാണെന്ന് പറയാം. ഈ പ്രായത്തിലെ കുട്ടികളുടെ പ്രത്യേകത എന്താണെന്ന് അറിയോ? അവരുടെ ശരീരത്തിൽ ധാരാളം മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒരു കുഞ്ഞായിരുന്ന സമയത്ത് ഉണ്ടാകുന്ന പോലെയല്ല അവൻ എന്താണ് വളർച്ച സംഭവിക്കുന്നത് അല്ലേ. അപ്പൊ ധാരാളം ഹോർമോണുകൾ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ഹോർമോണുകളുടെയും അതുപോലെ വളർച്ച സംഭവിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്, അതിൻ്റെയൊക്കെ മാറ്റങ്ങളുടെ ഫലമായിട്ടാണ് അവർക്ക് എന്താണ് എല്ലാത്തിനെയും എതിർക്കാനൊരു ഒരു ടെൻഡൻസി വരും. അതുപോലെ എന്താണ്, ആരെന്ത് പറഞ്ഞാലൊന്നും കേൾക്കണ്ട, ഞാൻ പറയുന്നതാണ് ശരി, അമ്മയച്ഛനും എന്തിനാ ഇങ്ങനെ പറയുന്നത്, എന്തിനാ അങ്ങനെ എല്ലാവരോടും ദേഷ്യം പ്രകടിപ്പിക്കുക. ഇതൊക്കെ ഏതാണ് ഈ ഒരു കാലഘട്ടത്തിൽ, ഈ കൗമാര കാലഘട്ടത്തിലോട്ട് വരുന്ന കുട്ടികളിൽ കാണപ്പെടുന്നതാണ്. 10 വയസ്സ് കഴിഞ്ഞാൽ 12 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് എന്താണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങളുടെ ഫലമായിട്ട് എന്ത് പറ്റുന്നു, നമുക്ക് എല്ലാത്തിനും എതിർക്കാനും അതുപോലെ എന്ത് കണ്ടാലും അതിനേക്ക് എന്താണ് ദേഷ്യം പിടിക്കാനൊക്കെയുള്ള ധാരാളം പ്രവണതകൾ വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എന്താണ് വളർച്ചയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന വ്യത്യാസങ്ങൾ മൂലമാണ്, അല്ലെങ്കിൽ ധാരാളം ഹോർമോണുകൾ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ദേഷ്യമോ അല്ലെങ്കിൽ എന്താണ് എല്ലാത്തിനെയും എതിർക്കണമെന്നുള്ള ഒരു ചിന്തയൊക്കെ മാറില്ലേ? എന്താണ്, ഇത് ഞങ്ങളുടെ വളർച്ചയുടെ ഭാഗമാണ്, അതുകൊണ്ട് ഞങ്ങളുടെ അച്ഛനമ്മയും പറയുന്നത് കേൾക്കണം, അല്ലാതെ അതിനെയൊന്നും എതിർക്കുകയല്ല ചെയ്യേണ്ടത് എന്നൊരു ചിന്ത നിങ്ങൾ ആദ്യം മനസ്സിലേക്ക് രൂപപ്പെടുത്തണം. നമുക്കറിയാം, ഇപ്പോൾ ഒരു കുട്ടിക്കാലത്തൊക്കെ ആയിരുന്നപ്പോഴത്തേക്കും വിളക്കൊക്കെ കത്തിച്ചു വെക്കുന്നത് അല്ലെങ്കിൽ മെഴുകിയൊക്കെ കത്തിച്ചു വെക്കുമ്പോഴത്തേക്കും നിങ്ങൾ എന്തെങ്കിലും കുഞ്ഞായിരുന്നപ്പോൾ അതേ പോയി പിടിക്കാൻ നോക്കും അല്ലേ, പിടിക്കാൻ വേണ്ടി നോക്കും. അമ്മ പറയുക അല്ലെങ്കിൽ അച്ഛൻ
അയ്യോ പിടിക്കല്ലേ എന്ന് പറയും. പക്ഷെ നിങ്ങൾ കേൾക്കുമോ? ചില കുട്ടികൾ പേടിച്ച് പിടിക്കും. പക്ഷെ നിങ്ങൾക്ക് അതൊന്ന് പിടിച്ചൊന്ന് തൊട്ട് നോക്കാമോ? നിങ്ങൾ എന്ത് ചെയ്യണം? ദീപനാമത്തിലൂടെ ജോലിയിൽ പോയി തൊടുമ്പോഴത്തേക്ക് എന്താണ്? കൈ കൊടുക്കും അല്ലേ? അപ്പോഴാണ് അയ്യോ അമ്മ അച്ഛനെടുക്കുന്നവർ പറഞ്ഞ എന്താണ് പൊള്ളിക്കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് അല്ലേ? അപ്പൊ ഇതുപോലെ തന്നെയാണ് നിങ്ങൾ മുതിർന്നവരെല്ലാവരും നിങ്ങളോട് ഇപ്പോൾ ലഹരി ഉപയോഗിക്കരുത്, അതിലേക്ക് അടിമപ്പെട്ട് പോകരുത് എന്ന് പറയുന്നത്. ഇതുപോലും നിങ്ങൾക്ക് കേൾക്കാതെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾ മുതിർന്നവർക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടിക്കൊണ്ടാണ് പറഞ്ഞിരുന്നത് ഒരിക്കലും ലഹരിക്ക് അടിമപ്പെട്ട് പോകരുത്. അടിമപ്പെട്ട് പോയാൽ ഇപ്പൊ ഈ ദീപനാളം അല്ലെങ്കിൽ ജ്വാല ഏൽപ്പിക്കുന്ന മുറിവുണ്ടല്ലോ, ആ ഒരു മുറിവ് വളരെ ചെറുതായിരിക്കും. പക്ഷെ അതിനേക്കാൾ 10 മടങ്ങ് മുറിവ് അല്ലെങ്കിൽ എന്താണ് പൊള്ളലായിരിക്കും നമ്മുടെ ശരീരത്ത് ഉണ്ടാവാൻ പോകുന്നത്. ഈ ലഹരിയുടെ ഉപയോഗം നിങ്ങളെ എന്താണ് മരണത്തിലേക്കാണ് തള്ളിവിടുക എന്ന സത്യം നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. അങ്ങനെ ഒരു ഓർമ്മ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യില്ല? ഈ ലഹരി വസ്തുക്കള് ഉപയോഗിക്കുവാൻ നിൽക്കുകയില്ല. അപ്പൊ അങ്ങനെ ഉപയോഗിക്കാതിരിക്കാൻ ഈ പ്രായത്തിലുള്ള ഈ ഒരു 12 വയസ്സാവുന്ന കുട്ടികൾ തൊട്ടാണ് ഞാൻ പറഞ്ഞ ആ ഒരു റൊട്ടീൻ വർക്കുകളൊക്കെ ശരിക്കും ചെയ്യേണ്ടത്. കാര്യം എന്താ വെച്ചാൽ കൃത്യമായ രീതിയിലുള്ള റൊട്ടീൻ വർക്കുകൾ വന്നാൽ ഒരിക്കലും എന്താണ് നിങ്ങൾ വഴിതെറ്റി പോകില്ല. നിങ്ങൾക്ക് എപ്പോഴും ഒരു ലക്ഷ്യബോധം ഉണ്ടാവും. നല്ല ആക്റ്റീവായിട്ടിരിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഈ ഒരു മനസ്സിലൊരു ബോധം കൊണ്ടാണ് ഞങ്ങളുടെ ഈ പ്രായത്തിന്റെ കുഴപ്പമാണ്, പ്രായത്തിൽ ഞങ്ങൾക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളുടെ കുഴപ്പം കൊണ്ടാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും കാണുമ്പോൾ അനുകരിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അച്ഛനെയും അമ്മയും മുതിർന്നവരെ അനുസരിക്കാനെന്താ എന്ന് തോന്നുന്നത് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ ഒരു പരിധിവരെ നിങ്ങൾ ഇതിലേക്ക് പോകാതിരിക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് ലഹരി ഉപയോഗിക്കുന്നതിന്റെ ദൂഷ്യവശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലഹരി ഉപയോഗിക്കുന്നതിന്റെ ദൂഷ്യവശങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? പകർച്ചവ്യാധികളെല്ലാം പിടിപെട്ട് നമ്മളുടെ ആരോഗ്യം നശിച്ചു പോകുന്നു. പകർച്ചവ്യാധികൾ പിടിപെട്ട് നമ്മുടെ ആരോഗ്യം നശിച്ചു പോകുന്നു. അതുപോലെ തന്നെ എന്താണ്? എയ്ഡ്സ് മുതലായ രോഗങ്ങൾ പിടിപെടുന്നു. ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഉണ്ടാവുന്നു. അതുപോലെ തന്നെ സ്കൂളിലേക്ക് കോളേജിലും ഒക്കെ പോകാൻ പറ്റാതെ എന്താണ് പഠനം പൂർത്തിയാക്കാൻ പറ്റാതെ വരികയും ചെയ്യുന്നു. പിന്നെ ലഹരി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ദൂഷ്യവശങ്ങൾ എന്ന് പറയുന്നത് ജോലി ഇല്ലാതെ വരുന്നു, വരുമാനം നഷ്ടപ്പെടുന്നു, അതുമൂലം എന്താണ് സാമ്പത്തിക തകർച്ച ഉണ്ടാവുന്നു. ഇതെന്തിലേക്ക് നയിക്കുന്നു? ആത്മഹത്യാ പ്രവണതകളിലേക്ക് നയിക്കുന്നു. പിന്നെ എന്താണ് ഈ മയക്കുമരുന്ന് അല്ലെങ്കിൽ എന്താണ് ഈ ലഹരി വസ്തുക്കളെല്ലാം ഉപയോഗിക്കുന്ന മൂലം മോഷണം, ബലാത്സംഗം, കൊലപാതകം മുതലായ കുറ്റകൃത്യങ്ങളിലേക്ക് നിങ്ങൾ കടക്കാനുള്ള സാധ്യത കൂടുന്നതായി നമ്മുടെ സുബോധം നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോഴത്തേക്ക് നിങ്ങളെ മോഷണം, ബലാത്സംഗം, കൊലപാതകം മുതലായ കുറ്റകൃത്യങ്ങൾ നിങ്ങൾ ഏർപ്പെടാൻ കാരണമാകുന്നു. പിന്നീട് നിങ്ങളുടെ എന്താണ് പിന്നെ ഇതിന്റെ ദോഷഫലമായിട്ട് പറയുന്ന കുടുംബ ബന്ധങ്ങൾ എല്ലാം തകരുന്നു. ഇങ്ങനെ ഉപയോഗിച്ച് ബോധമില്ലാതെ ചെയ്തുകൊണ്ടുന്ന പ്രവർത്തനങ്ങൾ മൂലം എന്താണ് സാമ്പത്തിക നഷ്ടവും അല്ലെങ്കിൽ എന്താണ് എല്ലാം നഷ്ടപ്പെട്ട് കുടുംബ ബന്ധങ്ങൾ തകരുന്നതിലേക്ക് ഇടയാകുന്നു. പിന്നെ ഈ എന്താണ് മയക്കുമരുന്ന് അല്ലെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കുന്ന കുട്ടികളിൽ മാനസിക വൈകല്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. മാനസികവും ശാരീരികവുമായ ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. ഇതിന്റെ ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്ന് പറയുന്നത് നാഡീവ്യവസ്ഥയെ ബാധിക്കുന്നു. നമ്മുടെ നാഡീവ്യവസ്ഥയെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ബാധിക്കുന്നുണ്ട്. വന്ധ്യതയിലേക്കും എന്താണ് ഇതിന്റെ ഉപയോഗം പിന്നീട് എത്തിക്കുന്നു. എന്നാൽ കൂടിയ ഉപയോഗം, വർദ്ധിച്ച ഉപയോഗം വന്ധ്യതയിലേക്ക് കുട്ടികളുണ്ടാകാത്തൊരവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. പിന്നെ ക്യാൻസർ ഉണ്ടാക്കുന്നത് നമ്മൾ പറഞ്ഞു, മഞ്ഞപ്പിത്തം, ലിവർ സിറോസിസ് മുതലായ രോഗങ്ങൾ എല്ലാം ഉണ്ടാകുന്നതിന് എന്ത് കാരണമാകുന്നു? ഈ പറഞ്ഞ ലഹരിയുടെ ഉപയോഗം കാരണമാകുന്നു. ഇതൊക്കെയാണ് ലഹരി ഉപയോഗിക്കുന്നതിന്റെ ഇപ്പൊ പറഞ്ഞതാണ് ലഹരി ഉപയോഗിക്കുന്നതിന്റെ ദൂഷ്യവശങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലഹരി ഉപയോഗിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലഹരി ഉപയോഗിക്കുന്നവരെ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാം എന്നറിയട്ടെ. അതിന്റെ ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് ഇവരുടെ മാനസികാവസ്ഥയിൽ പെട്ടെന്ന് മാറ്റം ഉണ്ടാകും. ഇത് ഉപയോഗിക്കുന്നവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു മാനസിക നിലയിൽ നിന്ന് മാറി വേറൊരു മാറ്റത്തിലേക്ക് പോകുന്നു. പിന്നെ വിശപ്പില്ലായ്മ ഉണ്ടാകുന്നു, ഛർദില്, മനംപുരട്ടൽ ഉണ്ടാകുന്നു. പിന്നെ എന്ന് വെച്ചാൽ ഉറക്കമില്ലായ്മ, അവർക്ക് ഉറക്കം കിട്ടാത്ത അവസ്ഥ, ഒട്ടും ഉറക്കമില്ല, മണിക്കൂറുകളോളം പാതിരാത്രി വെളുപ്പിനായാലും അവർ ഉറങ്ങാത്ത രീതിയിൽ ഇരിക്കുന്നതാണ്. പിന്നെ എന്ന് വെച്ചാൽ ക്രമരഹിതമായ കാഴ്ചവെടുകൾ, നമ്മൾ മദ്യപിക്കുമ്പോൾ അറിയാവുന്ന തന്നെ കഞ്ചാവിന്റെ ഉപയോഗിച്ചവരുടെ കാഴ്ചവെടുകളെല്ലാം ക്രമരഹിതമായിട്ട് വേച്ച് നടക്കുന്ന ഒരവസ്ഥയിലോട്ട് പോകും, ബോധം നഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ഇത് ഉപയോഗിക്കുന്ന കുട്ടികൾ നമുക്കറിയാം ടോയ്ലറ്റിലൊക്കെ പോയി അധികം നേരം ഇരിക്കുന്ന കാണാം ഇവര് ലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾ. പിന്നെ കള്ളം പറയുന്നത് കാണാം, മോഷണം നടത്തുന്നത് കാണാം, പഠനത്തിലൊക്കെ താല്പര്യങ്ങൾ കുറയുന്നത് കാണാം, പണത്തിന് വേണ്ടിയുള്ള വർദ്ധിച്ച ആവശ്യമാണ് ഈ മോഷണ ശ്രമത്തിലോട്ടൊക്കെ ഇവരെ നയിക്കുന്നത്. പിന്നെന്ന് വെച്ചാൽ എന്താണ് ഗുളികൾ അല്ലെങ്കിൽ സിഗരറ്റ്, സിറിഞ്ച് എന്നൊക്കെ ഉപയോഗിക്കുന്നതിന്റെ പാടുകളൊക്കെ നമുക്ക് കയ്യിൽ കാണാൻ പറ്റും. പിന്നെ ഒറ്റപ്പെട്ട് നിൽക്കാനുള്ള ഒരു പ്രവണതയാണ് ഇവർ കാണിക്കുക. ഒറ്റപ്പെട്ട് നിൽക്കാനുള്ള ഒരു പ്രവണതയാണ് ഇവർ കാണിക്കുക. ഇനി കയ്യിൽ കറ, സിറഞ്ച് ഉപയോഗിച്ച് പാട് കാണാമെന്നുള്ളത്. കണ്ണെല്ലാം കലങ്ങിയ രീതിയിൽ ഇരിക്കുന്നത് കാണാം. ചിലർക്ക് ഇത് എന്താണ് മാറ്റുവാനായിട്ട് നമ്മൾ എന്താണ് ചില കുട്ടികൾ കണ്ണെഴുതിക്കൊണ്ടൊക്കെ നടക്കുന്നതാണ്
ഈ കണ്ണ് കലങ്ങിയത് മനസ്സിലാകാതിരിക്കാൻ. പിന്നെ വൃത്തിയില്ലാത്തൊരവസ്ഥ, ശുചിത്വമില്ലായ്മ, ഇതെല്ലാം തന്നെ എന്താണ് ഒരു പരിധിവരെ ലഹരി ഉപയോഗിക്കുന്നതിന്റെ ലക്ഷണമായി കണക്കാക്കാവുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് ലഹരി ഉപയോഗിക്കുന്നവരുടെ ലക്ഷണങ്ങളായിട്ടാണ് പറഞ്ഞത്. ഇനി ലഹരിക്ക് അടിമപ്പെടുന്നവർ, ഇപ്പൊ ലഹരിക്ക് അടിമപ്പെട്ടു പോയി, എങ്ങനെയെങ്കിലും ഇത് ലഹരിക്ക് അടിമപ്പെട്ടു പോയി, അത് ഓർക്കുന്നെങ്കിൽ ഇനിയിപ്പോ ആരെങ്കിലും അടിമപ്പെട്ടു പോയത് കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാൻ, അവരെ സഹായിക്കണ്ടേ? ഈ ലഹരിക്ക് അടിമപ്പെട്ടു പോയാൽ എങ്ങനെ നമുക്ക് അതിൽ നിന്ന് മോചനം നേടാം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നതെന്നാണ് നമുക്ക് നോക്കാവുന്നത്. അതായത് ഈ ലഹരിക്ക് അടിമപ്പെട്ട ആൾക്ക് സ്വയം ഇതിൽ നിന്ന് മുക്തനാകാൻ ശ്രമം നടത്താം, അല്ലെങ്കിൽ നമുക്ക് ഹെൽപ്പ് ചെയ്തായിട്ട് മാറണം എന്നുള്ള ഒരു കണ്ടാൽ, അല്ലെങ്കിൽ ഇതിൽ അടിമപ്പെട്ടു പോയി എന്ന് കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാം, ലഹരി മോചന കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് കൗൺസിലിങ്ങും ചികിത്സാ സഹായങ്ങളും നമുക്ക് നൽകാം. അപ്പൊ ഞാൻ പറഞ്ഞു ലഹരി മോചന കേന്ദ്രങ്ങൾ ആയിട്ട് ഉള്ളത് ഇപ്പൊ ആലപ്പുഴ ജില്ലയിൽ പറയുകയാണെങ്കിൽ ചെങ്ങന്നൂരിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ, നമുക്ക് ചെങ്ങന്നൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരു ഡി അഡിക്ഷൻ സെന്റർ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അതായത് 2018 നവംബർ 8 മുതൽ ഈ ഡി അഡിക്ഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചതാണ്. ഇപ്പോൾ വരെ 1200ഓളം രോഗികളെ അവർ ചികിത്സിച്ചിട്ടുണ്ട്, അവിടെ ചികിത്സിച്ച് ഭേദമാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. അതായത് സൺഡേ ഇല്ല, ബാക്കി ഒപി ടൈം എന്ന് വെച്ചാൽ രാവിലെ 9 തൊട്ട് 1 വരെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു ലഹരിക്കടിമപ്പെട്ടയാളെ കൊണ്ടുപോയില്ല, കൗൺസിലിംഗ് കൊടുക്കാം, അവിടെ കൗൺസിലിങ്ങിനുള്ള ഇതുണ്ട്, കൗൺസിലിംഗ് കൊടുക്കാം. അതിനുശേഷം ആവശ്യമെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം നമുക്ക് അവിടെ കിടത്തി ചികിത്സയ്ക്കും ഉള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇത് എല്ലാ ജില്ലകളിലും ഉണ്ട്. ആലപ്പുഴയിലെ ചെങ്ങന്നൂരാണ്. പിന്നീട് ഇത് എല്ലാ താലൂക്ക് ഹോസ്പിറ്റലുകളിലും വരുന്നതാണ്. അതിനോട് തീരുമാനവും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് ഉള്ളത് ഡി അഡിക്ഷൻ സെന്റർ. അവിടെ കിടത്തി ചികിത്സയോ അല്ലെങ്കിൽ കൗൺസിലിങ്ങിനോ ഇവരെ വിധേയമാക്കാവുന്നതാണ് നമുക്ക്. പിന്നെ വെച്ചാൽ സീതാലയം പോലെയുള്ള ഹോമിയോപ്പതിക് സെന്ററുകൾ, ക്ലിനിക്കുകളുണ്ട്. സീതാലയം അത് ആലപ്പുഴയിലാണെങ്കിൽ ഇവിടെ കടപ്പുറത്താണ്. അപ്പൊ അതുപോലെയുള്ള ഹോമിയോപ്പതിക് സെന്ററുകൾ ചെന്നിട്ട്, സീതാലയം പോലുള്ള ഹോമിയോപ്പതിക് സെന്ററുകൾ ചെന്നിട്ട് നമുക്ക് ഇതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കാവുന്നതാണ്. ഇതൊക്കെ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലേക്ക് പ്രത്യേകത വെച്ചാൽ ഇത് വളരെ രഹസ്യമായിട്ടായിരിക്കും വെക്കുന്നത്. ഇപ്പോൾ ഇവിടെ ആരാണ് ചികിത്സയ്ക്ക് തേടിയെത്തിയതെന്നൊന്നും അവരുടെ പേര് വിവരങ്ങളൊന്നും പ്രസിദ്ധപ്പെടുത്തുന്നതല്ല. അതുകൊണ്ട് വളരെ രഹസ്യമായിരിക്കും, അതുപോലെ സൗജന്യവുമായിരിക്കും. ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഡി അഡിക്ഷൻ സെന്ററുകളുടെ പ്രവർത്തനം പറയാൻ സൗജന്യവുമായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ലഹരിക്ക് അടിമപ്പെട്ടവരെ നമുക്ക് എന്ത് ചെയ്യാം, കൗൺസിലിങ്ങുകളിലൂടെയും ലഹരി മോചന കേന്ദ്രങ്ങളിലൂടെയും നമുക്ക് അവരെ ലഹരിയിൽ നിന്ന് മുക്തരാക്കാൻ സാധിക്കുന്നതാണ്. ആരെങ്കിലും അടിമപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലോ അല്ലെങ്കിൽ വീട്ടിലോ ഒക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട്, അതായത് എല്ലാ ഹോസ്പിറ്റലിലും ഇല്ല ഡി അഡിക്ഷൻ സെന്റർ. അപ്പോൾ നമ്മുടെ ആലപ്പുഴയിൽ ഞാൻ പറഞ്ഞ ചെങ്ങന്നൂരാണുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇവരെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി ലഹരിയിൽ നിന്ന് മുക്തരാക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മുടെ ലഹരി എങ്ങനെ അടിമപ്പെട്ടു പോകുന്നു പറഞ്ഞാൽ അവരുടെ ലക്ഷണങ്ങൾ പറഞ്ഞ് എങ്ങനെ അത് മോചിപ്പിക്കാന്ന് പറഞ്ഞു. ഇനി ഇതിലേക്കൊന്നും പെടാതെ, ലഹരിയിലൊന്നും പെടാതെ എങ്ങനെയാണ് നമ്മുടെ വരും തലമുറയെ വാർത്തെടുക്കാൻ കഴിയുന്നത്, അതിന് നമ്മുടെ അധ്യാപകരുടെ പങ്കെന്താണ്, അല്ലെങ്കിൽ രക്ഷകർത്താക്കളുടെ പങ്കെന്താണ് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് അധ്യാപകരുടെ പങ്കെന്താണെന്ന് നോക്കാം. ലഹരിക്ക് അടിമപ്പെട്ടു പോകാതെ നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ രക്ഷിക്കാനായിട്ട് അധ്യാപകരുടെ പങ്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം, കുട്ടികൾ കൂടുതൽ സമയവും ചെലവഴിക്കുന്നത് എവിടെയാണ്, സ്കൂളുകളിലായിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ അവരുടെ പങ്ക് ഈ സ്കൂളുകളിലാണ്. ഏതൊക്കെ വീട്ടിൽ ഇപ്പൊ നമുക്ക് കൊറോണ കാലമൊക്കെ ആയതുകൊണ്ടാണ് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ വന്നത്. പക്ഷെ അതിപ്പോ പിന്നീട് മാറുന്നതായിരിക്കും. സ്കൂളുകളിലേക്ക് വീണ്ടും നമുക്ക് എല്ലാവർക്കും പോകാനും പറ്റും, കുട്ടികൾക്ക് പഠിക്കാനും പറ്റും. അപ്പൊ സ്കൂളുകളിലാണ് ഏറ്റവും കൂടുതൽ സമയം കുട്ടികൾ ചെലവഴിക്കുന്നത്. വീട്ടിൽ ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം സ്കൂളുകളിലാണ് ചെലവഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, കുട്ടികളെ ശ്രദ്ധിക്കേണ്ടതിൽ അല്ലെങ്കിൽ അവരുടെ ഒരു നല്ല രീതിയിലേക്കുള്ള യാത്രയെ സഹായിക്കുന്നതിൽ അധ്യാപകർക്കുള്ള പങ്ക് വലുതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും, കുട്ടികളുമായിട്ട് ഒരു നല്ല ബന്ധം സ്ഥാപിക്കുവാൻ ശ്രമിക്കുകയും കുട്ടികളുടെ കുടുംബ പശ്ചാത്തലം അറിയുവാൻ ശ്രമിക്കുകയും ചെയ്യുക. പിന്നെ എന്താ വെച്ചാൽ എല്ലായ്പ്പോഴും സമ്മർദ്ദങ്ങളെ അതിജീവിക്കുവാനായിട്ട് കുട്ടികളെ പരിശീലിപ്പിക്കുക. അതായത് കുട്ടികളുടെ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗ അതൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എങ്ങനെ പ്രശ്നങ്ങളെ അതിജീവിക്കാം എന്നുള്ള ഒരു പ്രാക്ടീസ് നിങ്ങൾ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് പരിശീലിപ്പിച്ചു കൊടുക്കണം. ഇതൊരു പരിധിവരെ അവരെ എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള മെഡിറ്റേഷൻ അല്ലെങ്കിൽ മൈൻഡ് കൺട്രോൾ ടെക്നിക്സും അല്ലെങ്കിൽ യോഗ പഠിപ്പിക്കലും എല്ലാം എന്താണ് ഒരു പരിധിവരെ അവരെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കുവാനായിട്ട് ലഹരി പോലെയുള്ള വസ്തുക്കൾ അടിമപ്പെടാതിരിക്കുവാനും സഹായിക്കുന്നതായിരിക്കും. പിന്നീട് ലഹരി ഉപയോഗം സംബന്ധിച്ച അറിവ് ലഭിച്ച അത് ബന്ധപ്പെട്ട അധികാരികൾ, അതായത് എക്സൈസ് പോലീസ് വകുപ്പുകളെ അറിയിക്കുന്നതിന് കുട്ടികളെ ബോധവാന്മാരാക്കേണ്ടതാണ്. പിന്നീട് എന്താണ്, സ്കൂൾ കോളേജ് പരിസരങ്ങളിലെ കച്ചവടക്കാരെയും അലഞ്ഞു തിരിയുന്നവരെയും നിരീക്ഷിക്കുക. അവർ കുട്ടികളോട് ഇടപഴകുന്നത് തടയുകയും ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അധ്യാപകരുടെ കുട്ടികളെ പഠനത്തിലും സ്വഭാവത്തിലും പെട്ടെന്നുണ്ടാകുന്ന മാറ്റം
ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും വേണം. അതിലൂടെ എന്താണ് അവരെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ലഹരി വസ്തുക്കൾ അടിമപ്പെട്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പിന്നെ കുട്ടികളുടെ ബാഗുകൾ ഒക്കെ നിങ്ങൾ ഇടയ്ക്ക് പരിശോധിക്കുക. ഹോസ്റ്റൽ റൂമുകളൊക്കെ ഇടയ്ക്ക് പരിശോധന നടത്തുകയും ചെയ്യുന്നതിലൂടെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾക്ക് അവർ അടിമപ്പെട്ടാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ക്രിയാത്മകവും ആരോഗ്യകരവുമായ പ്രവൃത്തികളിൽ ഏർപ്പെടാൻ അവരെ സഹായിക്കേണ്ടതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂൾ കലോത്സവങ്ങളിലും ആനിവേഴ്സറികളിലും ഒക്കെ പ്രോഗ്രാമുകളിലോ ലഹരിക്കെതിരായിട്ടുള്ള സന്ദേശം നൽകുന്ന നാടകമോ അല്ലെങ്കിൽ എന്താണ് സ്കിറ്റോ ഒക്കെ സംഘടിപ്പിക്കേണ്ടതാണ്. ഫ്ലാഷ് മോബ്സ് പോലുള്ള പരിപാടികൾ സ്കൂളുകളിലെ കുട്ടികളുമായിട്ട് അല്ലെങ്കിൽ സ്കൂൾ കോളേജ് കുട്ടികളുമായിട്ട് ചേർന്ന് നടത്താവുന്നതാണ്. പിന്നെ എന്താണ് അസംബ്ലിയിലെ ലഹരി വിരുദ്ധ പ്രതിജ്ഞകൾ എന്താണ് എപ്പോഴും ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുപ്പിക്കാനായിട്ട് എല്ലാ ദിവസവും ചൊല്ലിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ലഹരിക്കെതിരായുള്ള പ്രചാരണത്തിൽ വിവിധതരം കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിക്കാവുന്നതുമാണ്. ഇത്തരത്തിലെല്ലാം എന്ത് ചെയ്യാം? ഇത്തരത്തിലെല്ലാം അധ്യാപകർക്ക് എന്താണ് തങ്ങളുടെ റോള് ഭംഗിയായിട്ട് ലഹരിക്കെതിരായിട്ട് കുട്ടികളെ നിന്ന് മാറ്റാൻ അല്ലെങ്കിൽ അതിൽ ഇടപെടാതിരിക്കാൻ എന്താണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇതിലൊരു പങ്ക് നിങ്ങൾക്ക് വഹിക്കുവാൻ കഴിയും. ഇനി ലഹരിക്ക് അടിമപ്പെട്ട് പോകാതെ ഇരിക്കാൻ, കുട്ടികൾ ലഹരിക്ക് അടിമപ്പെട്ട് പോകാതിരിക്കാൻ അധ്യാപകർ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ? അധ്യാപകരുടെ പങ്ക് എന്താണെന്ന് പറഞ്ഞു. ഇതിനേക്കാൾ വലിയൊരു പങ്കാണ് രക്ഷകർത്താക്കൾക്കുള്ളത് അല്ലെ? നിങ്ങളുടെയൊക്കെ രക്ഷകർത്താക്കൾക്കുള്ള പങ്കും വലുതാണ്. അപ്പോൾ ഈ വീഡിയോ ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ അവരും. അതുകൊണ്ടാണ് ഞാൻ അവരുടെ കാര്യം കൂടെ പറഞ്ഞത്. രക്ഷകർത്താക്കൾക്ക് ചെയ്യാൻ കഴിയുന്ന വെച്ചാൽ നമ്മുടെ വീട്ടിലൊരു നല്ലൊരു സൗഹൃദ അന്തരീക്ഷം വീട്ടിൽ സൃഷ്ടിക്കാൻ ശ്രമിക്കണം. ഇത് ഞാൻ അച്ഛനാണ്, ഞാൻ അമ്മയാണ്, ഞാൻ പറയുന്നില്ല നിങ്ങൾ കേട്ടോളാം എന്ന രീതിയിൽ നിന്ന് അത് വേണമെന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷെ അതിൽ കൂടുതൽ അതിൽ കഴിഞ്ഞ് ഒരു സൗഹൃദപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ഒട്ടുമിക്ക വീടുകളിലും അച്ഛനും അമ്മയും ജോലിക്ക് പോയിട്ടാണ് സമ്പാദിച്ചു കൊണ്ടുവന്നിട്ടാണ് കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നതെന്ന് അറിയാം. എല്ലാ വീട്ടിലെ ചിലവുകളും വീട്ടുകാര്യങ്ങളൊക്കെ നോക്കുന്നതെന്ന് അറിയാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് എത്ര തന്നെ സമയമില്ല എന്ന് വന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് വീട്ടിലെത്തുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അത് ശരിയാണ്, സമ്പാദിക്കുന്നത് അതിന് വേണ്ടിയാണ്. എങ്കിൽ പോലും തിരികെ വീട്ടിലെത്തിയാൽ അവരുടെ കൂടെ 1 മണിക്കൂറെങ്കിലും എന്ത് ചെയ്യണം? ചെലവഴിക്കുവാനായിട്ട് ശ്രമിക്കണം. 1 മണിക്കൂറെങ്കിലും അവരുടെ കൂടെ അവരുടെ കാര്യങ്ങൾ കേൾക്കാനോ അവരുടെ കൂട്ടുകാരെ കുറിച്ച് അറിയാനോ അല്ലെങ്കിൽ അവരെ ഒന്ന് തൊട്ടിരുന്ന് ഒന്ന് കൊഞ്ചിക്കാനോ ഒക്കെ ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം? സമയം മാറ്റിയെടുക്കണം. 1 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ചെലവഴിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവരുടെ കൂടെ ചെലവഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? അവരവരുടെ സ്കൂളിൽ നടന്ന കാര്യങ്ങളും കൂട്ടുകാരുടെ വിശേഷങ്ങളും ഒക്കെ നമ്മളോട് പറയും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അവർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ചതിക്കുഴികളെ കുറിച്ച് നമുക്ക് മനസ്സിലാവുകയും നമുക്കത് തിരുത്തി കൊടുക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ എത്ര തന്നെ തിരക്കുള്ള പാരൻസ് ആയിക്കോട്ടെ, നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി 1 മണിക്കൂറെങ്കിലും ഡെയിലി ചെലവഴിക്കാനായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടാവണം. അത് അവരെ ലഹരിക്ക് അടിമപ്പെടാതിരിക്കാനുള്ള വളരെ സഹായിക്കുമെന്ന് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഇപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ പണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ കൂട്ടുകുടുംബ വ്യവസ്ഥയായിരുന്നു. അച്ഛനും അമ്മയ്ക്ക് സമയമില്ല, മുത്തച്ഛനും ആരെങ്കിലും ഉണ്ടായിരിക്കാം അവരെ സഹായിക്കാനായിട്ട്. പക്ഷെ ഇന്നത്തെ ഒരു ചുറ്റുപാടില് ആളുകൾക്ക് വ്യവസ്ഥയാണ്. അപ്പൊ തന്നെ എന്താണ്? അവർക്ക് വേറെ ആരുമില്ല ഒന്നും തുറന്നു പറയാനായിട്ട്. അപ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്? ഇതുപോലുള്ള മോശം കുട്ടികളിലേക്ക് ചെന്നുവിടുകയും അല്ലെങ്കിൽ എന്താണ് അവർക്ക് അറിയില്ല, തിരിച്ചറിവില്ലാതെ പോകുന്നതുകൊണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ കുറച്ച് സമയം ചെലവഴിക്കുന്നത് അവരെല്ലാ കാര്യങ്ങളും നമ്മളോടെല്ലാം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം, ഒരു പേടി മാറ്റി എല്ലാം ഒരു ഫ്രണ്ട്ലി അന്തരീക്ഷത്തിൽ പറയുവാനൊരു സ്വാതന്ത്ര്യം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അത് വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെന്ന് വെച്ചാൽ കുട്ടികളുടെ പഠനമുറികൾ അല്ലെങ്കിൽ അവരുടെ ബാഗ് അതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പരിശോധിക്കണം. അതായത് കുട്ടികളെ അവരറിയാതെ തന്നെ നമ്മൾ എപ്പോഴും ഒന്ന് നിരീക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അവരെ അറിയുന്നത് എപ്പോഴും അവർക്കൊരു മോശം ചിന്ത ഉണ്ടാക്കിക്കൊണ്ടെന്ന് ഞാൻ പറയുന്നത്. അവരറിയാതെ ഇടയ്ക്ക് അവരുടെ ബാഗും അല്ലെങ്കിൽ ഞങ്ങളുടെ റൂമും അല്ലെങ്കിൽ അവരെയൊക്കെ ഒന്ന് അവരുടെ ഡ്രസ്സും ഒക്കെ അവരുടെ രീതികളും ഒക്കെ നിരീക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അത് അവരെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു മാറ്റം അവർക്കുണ്ടായാൽ അത് രക്ഷകർത്താക്കൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. കുഞ്ഞിന്റെ മുഖം ഒന്ന് കുട്ടിയുടെ മുഖം ഒന്ന് ആടിയാൽ അത് പെട്ടെന്ന് എന്തുകൊണ്ട് എൻ്റെ കുട്ടിക്ക് എന്തോ വിഷമമുണ്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന പാരൻസ് ആയിരിക്കും നമ്മൾ. അല്ലെങ്കിൽ അവൻ എന്തോ മാറ്റം ഉണ്ടായാലും എന്തെങ്കിലും ലഹരിയുടെ അടിമപ്പെട്ട് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായാലും അവൻ എന്തോ മാറ്റം ഉണ്ടായാലോ എന്താണത് എന്ന് കണ്ടുപിടിക്കാൻ ഉള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്ന ഒരു രക്ഷകർത്താവായിരിക്കും നമ്മൾ. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യം വെച്ചാൽ കുട്ടികളുടെ സ്കൂളുകളിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ അവരുടെ ടീച്ചേഴ്സുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് ചില പാരൻസ് മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്തുകൊണ്ട് ടീച്ചേഴ്സുമായിട്ടൊക്കെ ഒന്ന് കൊണ്ടുവച്ചിട്ട് ഒക്കെ എങ്ങനെയെങ്കിലും അങ്ങനെയായാലും ശരി അവരുടെ കാര്യങ്ങൾ സ്കൂളിലെ ബിഹേവിയർ എന്താണ്, പെരുമാറ്റ രീതികൾ എന്താണ് എന്നെല്ലാം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കാനുള്ള ഒരു ശ്രദ്ധ കാണിക്കേണ്ടതാണ്. അപ്പോൾ അവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ സമയവും സ്കൂളുകളിലാണ് ചെലവഴിക്കുന്നത്. അപ്പോൾ അവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ അധ്യാപകരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ പിന്നെ പാരൻസിന് രക്ഷകർത്താക്കൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് നമ്മളിപ്പോൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ ഇപ്പോൾ അവർക്ക് എന്താണ് മൊബൈൽ കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എങ്കിൽ പോലും സോഷ്യൽ മീഡിയാസിന്റെ ഉപയോഗവും അല്ലെങ്കിൽ മൊബൈലിന്റെ ഉപയോഗവും ഒക്കെ എന്ത് ചെയ്യണം? പരമാവധി കുറയ്ക്കുവാനായിട്ട് അധികം ഉപയോഗിക്കേണ്ട
സോഷ്യൽ മീഡിയാസിൻ്റെ ഉപയോഗം അവർ ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. അത് പിന്നെ വേറെ കുഴപ്പം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വാട്സാപ്പ് വഴി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസ് വഴിയൊക്കെ ലഹരിയുടെ കച്ചവടം നടക്കുന്നുണ്ട്, ബിസിനസ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളും അറിയാതെ ആ വലയിലേക്ക് ചെന്നുവിടാൻ മയക്കുമരുന്ന് മയക്കുമരുന്ന് മാഫിയകളുടെയൊക്കെ കയ്യിൽ ചെന്നുവിടാനായിട്ട് ഉള്ള ഒരു സാഹചര്യം വരുന്നു. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയാസിന്റെ ഉപയോഗം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. മൊബൈൽ ഫോൺ വാങ്ങി എൻ്റെ കുട്ടിക്ക് വേണ്ടിയാണ്, അവൻ്റെ പഠനത്തിന് വേണ്ടിയാണ് വാങ്ങി വെറുതെ നൽകലല്ല, അത് കൃത്യമായ കൺട്രോൾ നമ്മൾ കൊടുത്തിരിക്കണം. അവർക്ക് നമ്മളോട് ദേഷ്യം തോന്നിപ്പെടും, പക്ഷെ അതല്ല, അവൻ്റെ ഭാവിയെ കരുതിയാണ് നമ്മളത് ചെയ്യുന്നത് എന്ന് നമ്മൾ തീർച്ചയായിട്ടും അവർക്കത് പിന്നല്ലെങ്കിൽ നാളെ മനസ്സിലായിക്കോളും. ദേഷ്യപ്പെട്ട് വഴക്കിട്ട് വെക്കാം, അല്ലാതെ തന്നെ അവനെ എന്ത് ചെയ്യണം, അത് മനസ്സിലാക്കി കൊടുക്കണം, നമ്മളത് നിയന്ത്രിക്കണം. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾ എപ്പോഴും അടിപിടിച്ച് ഒരു മൊബൈൽ ഗെയിം അല്ലെങ്കിൽ എന്താണ് കാർട്ടൂണോ അല്ലെങ്കിൽ ടി വി ഒക്കെ കണ്ടിരിക്കുന്നതിൽ നിന്ന് അവൻ എന്ത് ചെയ്യണം, ക്രിയാത്മകമായിട്ട്, അതായത് ആക്റ്റീവായിട്ട് എപ്പോഴും ചുറുചുറുക്കായിട്ട് നടക്കാനായിട്ട് പരിശീലിക്കണം. അതായത് എപ്പോഴും എന്ത് ചെയ്യുക, അവരെന്തെങ്കിലും കളികളിൽ അല്ലെങ്കിൽ ഒരു എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ കളികളിൽ എപ്പോഴും അങ്ങനെയൊക്കെയുള്ള രീതികളിലോട്ട് നമ്മൾ അവരെ മാറ്റണം. അല്ലാതെ എപ്പോഴും റൂമിൽ പച്ചോടി പഠനം തന്നെ വളരാനെന്നാണ് മൊബൈൽ ഗെയിം അല്ലെങ്കിൽ ടി വി അങ്ങനത്തെ നിലവിൽ നിന്ന് മാറ്റിയിട്ട് അവരെ എപ്പോഴും ചുറുചുറുക്കുള്ളവർ കുട്ടികളായിട്ട് വളർത്തുവാൻ ശ്രമിക്കണം. അതായത് അലസമായ മനസ്സാണല്ലോ പിശാചിന്റെ വാസസ്ഥലം എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ അങ്ങനെ വരുത്താതെ കുട്ടികൾ എന്ത് ചെയ്യണം, എപ്പോഴും ചുറുചുറുക്കായിട്ടിരിക്കാൻ നോക്കുക. ഈ ലഹരിക്ക് അടിമപ്പെട്ട് പോകുന്നതൊക്കെ കൂടുതലും ഇത്തരത്തില് ഒരു ഇതും പൊടിയില്ലാതെ വെറുതെ ഇങ്ങനെ ഉപയോഗിക്കുന്ന, അതായത് ഈ മൊബൈലിലും എന്താണ് ടി വിയിലൊക്കെ അടിമപ്പെട്ടിരിക്കുന്ന കുട്ടികളാണ്. അവരുടെ ആ മനസ്സിലേക്ക് എന്താണ്, പിന്നെ ഒരു ആക്റ്റീവ് അല്ല അവര്, പിന്നെ അവർക്ക് തോന്നിയ ഇതുപോലുള്ള മോശം ചിന്താഗതികളൊക്കെയാണ് അങ്ങനെ എന്താണ് അവരുടെ ഒരു ലഹരിക്ക് കൊണ്ടുപോകാനുള്ള ഒരു കാരണമാകും. അപ്പോൾ അതും നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഞങ്ങൾ കണ്ടിട്ടുള്ള വെച്ചാൽ ഞങ്ങൾ എക്സൈസ് അല്ലെങ്കിൽ സ്റ്റേഷനിലൊക്കെ പിടിച്ചുകൊണ്ട് വരുന്ന കേസുകളുണ്ട്. മിക്ക കുട്ടികൾ വെച്ചാൽ ഒരു 14-15 വയസ്സിനും 20-21 വയസ്സിനിടയ്ക്കുള്ളവരൊക്കെയാണ് കൂടുതലും മറ്റു പല കേസുകളൊക്കെ പെട്ട് വരുന്നത്. അപ്പൊ ഇവരൊക്കെ പിടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും ഇവരുടെ പാരന്റ്സിനെ അറിയിക്കുന്നു. പാരന്റ്സ് വരുമ്പോഴത്തേക്കും അവർ പറയുന്ന ഒരു കാര്യം വെച്ചാൽ, എൻ്റെ കുട്ടി ഒരിക്കലും അത് ചെയ്യില്ല, എൻ്റെ മകൻ ചെയ്യില്ല, നിങ്ങൾക്ക് തെറ്റിയതാണോ, നിങ്ങൾക്ക് വേറെ എന്ത് തെളിവാണ് കിട്ടിയതെന്നാണ് അവർ ചോദിക്കുന്നത്. തെളിവ് കാണിച്ചപ്പോൾ ഇതിന്റെ മകന്റെ കയ്യിൽ നല്ല കിട്ടിയതെന്നാണ് അവർ പറയുന്നത്. പിന്നെ പറയുന്ന അവന്റെ കൂട്ടുകാരൻ ചെയ്തതാണെന്നൊക്കെ. അപ്പൊ ഈ ഒരു പ്രോബ്ലം നിങ്ങൾ അവസാനിപ്പിക്കുക. കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ കുട്ടി ഒരു തെറ്റ് ചെയ്തു എന്നത് അധികാരക്കാരും ബന്ധപ്പെട്ടവർ പറഞ്ഞാല് അതിനെ ഒന്നും മുഖവിലക്കെടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ എന്റെ കുട്ടി അത് ചെയ്യില്ല എന്ന് ഇത് ഇപ്പൊ ഒരു പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ എക്സൈസ് ഓഫീസിലോ മാത്രം എന്ന് പറയുന്ന ഒരു അവസ്ഥയല്ല. സ്കൂളുകളിൽ ടീച്ചേഴ്സ് അവന്റെ കുറ്റങ്ങൾ എന്തെങ്കിലും പറയാൻ പഠിച്ചാൽ പോലും നിങ്ങൾ പറയുന്ന ഒരു കാര്യമാണ്, എന്റെ മകനത് ചെയ്യില്ല അല്ലെങ്കിൽ എന്റെ മകളത് ചെയ്യില്ല. ഇങ്ങനെ പറയുന്നതിലൂടെ നിങ്ങൾ അവനെ ഒരു മോശം രീതിയിലേക്ക് വഴിതിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. അതിനു പകരം അവർ പറയുന്നത് കേൾക്കുക, അവന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി നീ ഒരിക്കലും ഇനി അങ്ങനെ ചെയ്യരുത് എന്നൊരു വാണിംഗെങ്കിലും കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ അവനെ നിങ്ങൾ ലഹരിക്ക് മാത്രമല്ല മോശം രീതിയിലേക്ക് അവനെ വഴിതിരിച്ചു വിടുകയാണ് ചെയ്യുന്നത് പറയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലെല്ലാം കുട്ടികളുടെ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചാൽ അവരൊരിക്കലും ലഹരിക്ക് അടിമപ്പെട്ടു പോവുകയില്ല. അതുപോലെ തന്നെ ഒരു നേരമെങ്കിലും അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാനും ഒരു നേരമെങ്കിലും ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള ഒരു രീതി നിങ്ങൾ വീട്ടിലൊന്ന് വളർത്തുന്നത് ഒന്ന് ശ്രമിച്ചു നോക്കും. പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നാണല്ലോ, ഇപ്പോൾ നമ്മള് ജോലിത്തിരക്കിൽപ്പെട്ട് ഇല്ലാതെ പോയതാണ്. പക്ഷെ അതിനൊക്കെയുള്ള ഒരു ശ്രമം ഒന്ന് നടത്തി നോക്കൂ. തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിൽ നല്ലൊരു മാറ്റം കാണാൻ പറ്റും. നമ്മുടെ രക്ഷകർത്താക്കളുടെ പങ്കെന്ന് പറയുന്നത്, കുട്ടികളെ നല്ല രീതിയിൽ നയിക്കുന്നതിലെ നമ്മുടെ പങ്കെന്ന് പറയുന്നത് വളരെ വലുതാണ്. അതിൽ നമ്മൾ ഒരിക്കലും പരാജയപ്പെടരുത്. അതിൽ എന്തെങ്കിലും ഒരു പിഴവ് വരുന്നതാണ് നമ്മുടെ കുട്ടികളെ വഴിവെച്ച് പോകാനുണ്ടാവുന്ന കാരണം. എന്തുകൊണ്ട് എൻ്റെ മകൻ ഇങ്ങനെ സംഭവിച്ചിരുന്നവർക്ക് പിന്നീട് വിലപിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ എത്ര സമയമുണ്ടെങ്കിലും അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടാണെങ്കിൽ പോലും സമയം മാറ്റിവെച്ചുകൊണ്ട് അവരെ ഒന്ന് നല്ല രീതിയിൽ കെയർ ചെയ്ത് നോക്കും. നല്ല മാറ്റമായിരിക്കും വരുന്നത്. ഇനി ഏതെങ്കിലും കുട്ടികളിൽ അടിമപ്പെട്ട് പോയാലും അവരെ നമുക്ക് ഈ പറഞ്ഞ കേന്ദ്രങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ട് ഡീഡിഷൻ സെന്ററിലൊക്കെ കൊണ്ടുപോയിട്ട് അവരിതിൽ നിന്ന് പിന്തിരിച്ച് കൊണ്ടുവരാനും വീണ്ടും നല്ലൊരു ജീവിതത്തിലേക്ക് നമുക്ക് ഇനിയെങ്കിലും പിടിച്ചു കൊടുക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് രക്ഷകർത്താക്കളായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ലഹരിക്ക് അടിമപ്പെട്ട് പോകാതെ ഇരിക്കാൻ, കുട്ടികൾ ലഹരിക്ക് അടിമപ്പെട്ട് പോകാതിരിക്കാൻ അധ്യാപകർ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ? അധ്യാപകരുടെ പങ്ക് എന്താണെന്ന് പറഞ്ഞു. ഇതിനേക്കാൾ വലിയൊരു പങ്കാണ് രക്ഷകർത്താക്കളായി രക്ഷകർത്താക്കൾക്കുള്ളത് അല്ലെ? നിങ്ങളുടെയൊക്കെ രക്ഷകർത്താക്കൾക്കുള്ള പങ്കും വലുതാണ്. അപ്പോൾ ഈ വീഡിയോ ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ അവരും. അതുകൊണ്ടാണ് ഞാൻ അവരുടെ കാര്യം കൂടെ പറഞ്ഞത്. രക്ഷകർത്താക്കൾക്ക് ചെയ്യാൻ കഴിയുന്ന വെച്ചാൽ നമ്മുടെ വീട്ടിലൊരു നല്ലൊരു സൗഹൃദ അന്തരീക്ഷം വീട്ടിൽ സൃഷ്ടിക്കാൻ ശ്രമിക്കണം. ഇത് ഞാൻ അച്ഛനാണ്, ഞാൻ അമ്മയാണ്, ഞാൻ പറയുന്നില്ല നിങ്ങൾ കേട്ടോളാം എന്ന രീതിയിൽ നിന്ന് അത് വേണമെന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷെ അതിൽ കൂടുതൽ അതിൽ കഴിഞ്ഞ് ഒരു സൗഹൃദപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അപ്പൊ എനിക്കറിയാം, നിങ്ങൾ എല്ലാവരും ഒട്ടുമിക്ക വീടുകളിലും
അച്ഛനും അമ്മയും ജോലിക്ക് പോയിട്ടാണ് സമ്പാദിച്ചു കൊണ്ടുവന്നിട്ടാണ് കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നതെന്ന് അറിയാം, അല്ലെങ്കിൽ ആ വീട്ടിലെ ചിലവുകളും വീട്ടുകാര്യങ്ങളും ഒക്കെ നോക്കുന്നതെന്ന് അറിയാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് എത്ര തന്നെ സമയമില്ല എന്ന് വന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് വീട്ടിലെത്തുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പോകുന്നത്, അത് ശരിയാണ്, സമ്പാദിക്കുന്നത് അതിന് വേണ്ടിയാണ്. എങ്കിൽ പോലും തിരികെ വീട്ടിലെത്തിയാൽ അവരുടെ കൂടെ 1 മണിക്കൂറെങ്കിലും എന്ത് ചെയ്യണം? ചെലവഴിക്കുവാനായിട്ട് ശ്രമിക്കണം. 1 മണിക്കൂറെങ്കിലും അവരുടെ കൂടെ അവരുടെ കാര്യങ്ങൾ കേൾക്കാനോ, അവരുടെ കൂട്ടുകാരെ കുറിച്ച് അറിയാനോ, അല്ലെങ്കിൽ അവരെ ഒന്ന് തൊട്ടിരുമയോ ഒന്ന് കൊഞ്ചിക്കാനോ ഒക്കെ ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം? സമയം മാറ്റിയെടുക്കണം. 1 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ചെലവഴിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവരുടെ കൂടെ ചെലവഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? അവരവരുടെ സ്കൂളിൽ നടന്ന കാര്യങ്ങളും കൂട്ടുകാരുടെ വിശേഷങ്ങളും ഒക്കെ നമ്മളോട് പറയും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അവർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ചതിക്കുഴികളെ കുറിച്ച് നമുക്ക് മനസ്സിലാവുകയും നമുക്കത് തിരുത്തി കൊടുക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ എത്ര തന്നെ തിരക്കുള്ള പാരൻസ് ആയിക്കോട്ടെ, നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി 1 മണിക്കൂറെങ്കിലും ഡെയിലി ചിലവഴിക്കാനായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടാവണം. അത് അവരെ ലഹരിക്ക് അടിമപ്പെടാതിരിക്കാനുള്ള വളരെ സഹായിക്കുമെന്ന് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഇപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ പണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ കൂട്ടുകുടുംബ വ്യവസ്ഥയായിരുന്നു. അച്ഛനും അമ്മയ്ക്ക് സമയത്തിലെ മുത്തച്ഛനും ആരെങ്കിലും ഉണ്ടായിരിക്കാം അവരെ സഹായിക്കാനായിട്ട്. പക്ഷെ ഇന്നത്തെ ഒരു ചുറ്റുപാടില് ആളുകുടുംബ വ്യവസ്ഥയാണ്. അപ്പൊ തന്നെ എന്താണ്? അവർക്ക് വേറെ ആരുമില്ല ഒന്നും തുറന്നു പറയാനായിട്ട്. അപ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്? ഇതുപോലുള്ള മോശം കൂട്ടുകെട്ടുകളിലേക്ക് ചെന്നുവിടുകയും അല്ലെങ്കിൽ എന്താണ് അവർക്ക് അറിയില്ല, തിരിച്ചറിവില്ലാതെ പോകുന്നതുകൊണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ കുറച്ച് സമയം ചിലവഴിക്കുന്നത് അവരെല്ലാ കാര്യങ്ങളും നമ്മളോടെല്ലാം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം, ഒരു പേടി മാറ്റി എല്ലാം ഒരു ഫ്രണ്ട്ലി അന്തരീക്ഷത്തിൽ പറയുവാനൊരു സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അത് വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെന്ന് വെച്ചാൽ കുട്ടികളുടെ പഠനമുറികൾ അല്ലെങ്കിൽ അവരുടെ ബാഗ് അതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പരിശോധിക്കണം. അതായത് കുട്ടികളെ അവരറിയാതെ തന്നെ നമ്മൾ എപ്പോഴും ഒന്ന് നിരീക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അവരെ അറിയുന്നത് എപ്പോഴും അവർക്കൊരു മോശം ചിന്ത ഉണ്ടാക്കിക്കൊണ്ടെന്ന് ഞാൻ പറയുന്നത്. അവരറിയാതെ ഇടയ്ക്ക് അവരുടെ ബാഗും അല്ലെങ്കിൽ അവരുടെ റൂമും അല്ലെങ്കിൽ അവരെയൊക്കെ ഒന്ന് അവരുടെ ഡ്രസ്സും ഒക്കെ അവരുടെ രീതികളും ഒക്കെ നിരീക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അത് അവരെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു മാറ്റം അവർക്കുണ്ടായാൽ അത് രക്ഷകർത്താക്കൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. കുഞ്ഞിന്റെ മുഖം ഒന്ന് കുട്ടിയുടെ മുഖം ഒന്ന് ആടിയാൽ അത് പെട്ടെന്ന് എന്തുകൊണ്ട് എൻ്റെ കുട്ടിക്ക് എന്തോ വിഷമമുണ്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന പാരൻസ് ആയിരിക്കും നമ്മൾ. അല്ലെങ്കിൽ അവൻ എന്തോ മാറ്റം ഉണ്ടായാലും, എന്തെങ്കിലും ലഹരിയുടെ അടിമപ്പെട്ട് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായാലും അവൻ എന്തോ മാറ്റം ഉണ്ടായാലോ എന്താണത് എന്ന് കണ്ടുപിടിക്കാൻ ഉള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്ന ഒരു രക്ഷകർത്താവായിരിക്കണം നമ്മൾ. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യം വെച്ചാൽ കുട്ടികളുടെ സ്കൂളുകളിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ അവരുടെ ടീച്ചേഴ്സുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് അല്ലെങ്കിൽ പാരൻസ് മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്തുകൊണ്ട് ടീച്ചേഴ്സുമായിട്ടൊക്കെ ഒന്ന് സംബന്ധിച്ചൊക്കെ എങ്ങനെയെങ്കിലും അങ്ങനെയായാലും ശരി അവരുടെ കാര്യങ്ങൾ, സ്കൂളിലെ ബിഹേവിയർ എന്താണ്, പെരുമാറ്റ രീതികൾ എന്താണ് എന്നെല്ലാം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കാനുള്ള ഒരു ശ്രദ്ധ കാണിക്കേണ്ടതാണ്. അപ്പോൾ അവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ സമയവും സ്കൂളുകളിലാണ് ചെലവഴിക്കുന്നത്. അപ്പോൾ അവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ അധ്യാപകരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ പിന്നെ പാരൻസിനെ രക്ഷകർത്താക്കൾ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് നമ്മളിപ്പോൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ ഇപ്പോൾ അവർക്ക് എന്താണ് മൊബൈൽ കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എങ്കിൽ പോലും സോഷ്യൽ മീഡിയാസിന്റെ ഉപയോഗവും അല്ലെങ്കിൽ മൊബൈലിന്റെ ഉപയോഗവും ഒക്കെ എന്ത് ചെയ്യണം? പരമാവധി കുറയ്ക്കുവാനായിട്ട്. അധികം ഉപയോഗിക്കുന്നതാണെങ്കിൽ തന്നെ നമ്മളുടെ നിയന്ത്രണത്തിൽ നമ്മളെ കണ്ടുകൊണ്ട് ഉള്ള രീതിയിലേക്ക് പോകുന്ന രീതിയിൽ എന്ത് വേണം? സോഷ്യൽ മീഡിയാസിന്റെ ഉപയോഗം അവരുപയോഗിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. അത് പിന്നെ വേറെ കുഴപ്പം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വാട്സാപ്പ് വഴി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസ് വഴിയൊക്കെ ലഹരിയുടെ കച്ചവടം നടക്കുന്നുണ്ട്, ബിസിനസ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളും അറിയാതെ ആ വലയിലേക്ക് ചെന്നുവിടാൻ മയക്കുമരുന്ന് മാഫിയകളുടെയൊക്കെ കയ്യിൽ ചെന്നുവിടാനായിട്ട് ഉള്ള ഒരു സാഹചര്യം വരുന്നു. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയാസിന്റെ ഉപയോഗം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. മൊബൈൽ ഫോൺ വാങ്ങി എൻ്റെ കുട്ടിക്ക് വേണ്ടിയാണ്, എൻ്റെ പഠനത്തിന് വേണ്ടിയാണെന്ന് വാങ്ങി വെറുതെ നല്ലതല്ല. അത് കൃത്യമായ കൺട്രോൾ നമ്മൾ കൊടുത്തിരിക്കണം. അവർക്ക് നമ്മളോട് ദേഷ്യം തോന്നിക്കോട്ടെ, പക്ഷെ അതല്ല അവന്റെ ഭാവിയെ കരുതിയാണ് നമ്മളത് ചെയ്യുന്നത് എന്ന് നമ്മൾ തീർച്ചയായിട്ടും അവർക്കത് പിന്നല്ലെങ്കിൽ നാളെ മനസ്സിലായിക്കോളും. ദേഷ്യപ്പെട്ട് വഴക്കിട്ട് വെക്കാതെ തന്നെ അവനെ എന്ത് ചെയ്യണം? അത് മനസ്സിലാക്കി കൊടുക്കണം, നമ്മളത് നിയന്ത്രിക്കണം. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളെ എപ്പോഴും അടിപിടിച്ച് ഒരു മൊബൈൽ ഗെയിം അല്ലെങ്കിൽ എന്താണ് കാർട്ടൂണോ അല്ലെങ്കിൽ TV ഒക്കെ കണ്ടിരിക്കുന്നതിൽ നിന്ന് അവനെ എന്ത് ചെയ്യണം? ക്രിയാത്മകമായിട്ട്, അതായത് ആക്റ്റീവായിട്ട് എപ്പോഴും ചുരുക്കായിട്ട് നടക്കാനായിട്ട് പരിശീലിക്കണം. അതായത് എപ്പോഴും എന്ത് ചെയ്യുക? അവരെന്തെങ്കിലും കളികളിൽ അല്ലെങ്കിൽ ഒരു എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ കളികളിൽ എപ്പോഴും അങ്ങനെയൊക്കെയുള്ള രീതികളിലോട്ട് നമ്മൾ അവരെ മാറ്റണം. അല്ലാതെ എപ്പോഴും റൂമിൽ കുറച്ചുകൂടി പഠനം തന്നെ വളരാണെങ്കിൽ എന്താണ് മൊബൈൽ ഗെയിം അല്ലെങ്കിൽ TV അങ്ങനത്തെ നിലവിൽ നിന്ന് മാറ്റിയിട്ട് അവരെ എപ്പോഴും ചുരുക്കുള്ളവർ കുട്ടികളായിട്ട് വളർത്തുവാൻ ശ്രമിക്കണം. അതായത് അലസമായ മനസ്സാണല്ലോ പിശാചിന്റെ വാസസ്ഥലം എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ അങ്ങനെ വരുത്താതെ കുട്ടികൾ എന്ത് ചെയ്യാൻ നോക്കുക? എപ്പോഴും ചുരുക്കായിട്ടിരിക്കാൻ നോക്കുക. ഈ ലഹരിക്ക് അടിമപ്പെട്ട് പോകുന്നതൊക്കെ കൂടുതലും ഇത്തരത്തില് ഒരു ഇതും പണിയില്ലാതെ വെറുതെ ഇങ്ങനെ ഉപയോഗിക്കുന്ന, അതായത് ഈ മൊബൈലിലും എന്താണ് TV-യിലൊക്കെ അടിമപ്പെട്ടിരിക്കുന്ന കുട്ടികളാണ്. അവരുടെ ആ മനസ്സിലേക്ക് എന്താണ് പിന്നെ ആക്റ്റീവ് അല്ല അവര്. പിന്നെ അവർക്ക് തോന്നി ഇതുപോലുള്ള മോശം ചിന്താഗതികൾ
ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഞങ്ങൾ കണ്ടിട്ടുള്ള വെച്ചാൽ ഞങ്ങൾ എക്സൈസ് അല്ലെങ്കിൽ സ്റ്റേഷനിലൊക്കെ പിടിച്ചുകൊണ്ട് വരുന്ന കേസുകളുണ്ട്. മിക്ക കുട്ടികൾ വെച്ചാൽ ഒരു 14-15 വയസ്സിനും 20-21 വയസ്സിനിടയ്ക്കുള്ളവരൊക്കെയാണ് കൂടുതലും മയക്കുമരുന്ന് കേസുകളിലൊക്കെ പെട്ട് വരുന്നത്. അപ്പം ഇവരൊക്കെ പിടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും ഇവരുടെ പാരൻസിനെ അറിയിക്കുന്നു. പാരൻസ് വരുമ്പോഴത്തേക്കും അവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ കുട്ടി ഒരിക്കലും അത് ചെയ്യില്ല, എൻ്റെ മകൻ ചെയ്യില്ല, നിങ്ങൾക്ക് തെറ്റിയതാണോ, നിങ്ങൾക്ക് വേറെ എന്ത് തെളിവാണ് കിട്ടിയതെന്നാണ് അവർ ചോദിക്കുന്നത്. തെളിവ് കാണിച്ചപ്പോൾ ഇതെൻ്റെ മകൻ്റെ കയ്യിൽ നല്ല കിട്ടിയതെന്നാണ് അവർ പറയുന്നത്. പിന്നെ പറയുന്നത് അവൻ്റെ കൂട്ടുകാർ ചെയ്തതാണെന്നൊക്കെ. അപ്പോൾ ഈ ഒരു പ്രവണത നിങ്ങൾ അവസാനിപ്പിക്കുക. കാര്യം എന്താ വെച്ചാൽ നമ്മുടെ കുട്ടി ഒരു തെറ്റ് ചെയ്തു എന്നത് അധികാരക്കാരും ബന്ധപ്പെട്ടവർ പറഞ്ഞാൽ അതിനെ ഒന്ന് മുഖവിലക്കെടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ എൻ്റെ കുട്ടി അത് ചെയ്യില്ല എന്ന് ഇത് ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ എക്സൈസ് ഓഫീസിലോ മാത്രം എന്ന് പറയുന്ന ഒരു അവസ്ഥയല്ല. സ്കൂളുകളിൽ ടീച്ചേഴ്സ് അവൻ്റെ കുറ്റങ്ങൾ എന്തെങ്കിലും പറയാൻ വെച്ചാൽ പോലും നിങ്ങൾ പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ മകനത് ചെയ്യില്ല അല്ലെങ്കിൽ എൻ്റെ മകളത് ചെയ്യില്ല. ഇങ്ങനെ പറയുന്നതിലൂടെ നിങ്ങൾ അവനെ ഒരു മോശം രീതിയിലേക്ക് വഴിതിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. അതിനു പകരം അവർ പറയുന്നത് കേൾക്കുക, അവന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി നീ ഒരിക്കലും ഇനി അങ്ങനെ ചെയ്യരുത് എന്നൊരു വാണിംഗിൽ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ അവനെ നിങ്ങൾ ലഹരിക്ക് മാത്രമല്ല മോശം രീതിയിലേക്ക് അവനെ വഴിതിരിച്ചു വിടുകയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലെല്ലാം കുട്ടികളുടെ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചാൽ അവരൊരിക്കലും ലഹരിക്ക് അടിമപ്പെട്ടു പോവുകയില്ല. അതുപോലെ തന്നെ ഒരു നേരമെങ്കിലും അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാനും ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള ഒരു രീതി നിങ്ങൾ വീട്ടിലൊന്ന് വളർത്തുന്നത് ഒന്ന് ശ്രമിച്ചു നോക്കൂ. പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നാണല്ലോ, ഇപ്പോൾ നമ്മൾ ജോലിത്തിരക്കിൽപ്പെട്ട് ഇല്ലാതെ പോയതാണ്. പക്ഷെ അതിനൊക്കെയുള്ള ഒരു ശ്രമം ഒന്ന് നടത്തി നോക്കൂ. തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിൽ നല്ലൊരു മാറ്റം കാണാൻ പറ്റും. നമ്മുടെ രക്ഷകർത്താക്കളുടെ പങ്കെന്ന് പറയുന്നത് കുട്ടികളെ നല്ല രീതിയിൽ നയിക്കുന്നതിലെ നമ്മുടെ പങ്കെന്ന് പറയുന്നത് വളരെ വലുതാണ്. അതിൽ നമ്മൾ ഒരിക്കലും പരാജയപ്പെടരുത്. അതിൽ എന്തെങ്കിലും ഒരു പിഴവ് വരുന്നതാണ് നമ്മുടെ കുട്ടികളെ വഴിതെറ്റി പോകാനുണ്ടാവുന്ന കാരണം. എന്തുകൊണ്ട് എൻ്റെ മകൻ ഇങ്ങനെ സംഭവിച്ചിരുന്നവർക്ക് പിന്നീട് വിലപിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ എത്ര സമയമെങ്കിലും അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടാണെങ്കിൽ പോലും സമയം മാറ്റിവെച്ചുകൊണ്ട് അവരെ ഒന്ന് നല്ല രീതിയിൽ കെയർ ചെയ്ത് നോക്കും. നല്ല മാറ്റമായിരിക്കും വരുന്നത്. ഇനി ഏതെങ്കിലും കുട്ടികളിൽ അടിമപ്പെട്ട് പോയാലും അവരെ നമുക്ക് ഈ പറഞ്ഞ കേന്ദ്രങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ട് ഡീഡിഷൻ സെന്ററിലൊക്കെ കൊണ്ടുപോയിട്ട് അവരിതിൽ നിന്ന് നമുക്ക് പിന്തിരിച്ചു കൊണ്ടുവരാനും വീണ്ടും നല്ലൊരു ജീവിതത്തിലേക്ക് നമുക്ക് ഇനിയെങ്കിലും പിടിച്ചു കൊടുക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് രക്ഷകർത്താക്കളായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ നമ്മളെന്താണ് ലഹരിക്ക് അടിമപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടി ടീച്ചേഴ്സിന് കൊടുത്ത നിർദ്ദേശങ്ങൾ ഞങ്ങൾ കേട്ടു, രക്ഷകർത്താക്കൾക്ക് കൊടുത്ത നിർദ്ദേശങ്ങൾ കേട്ടു. ഇതെല്ലാം തന്നെ നിങ്ങളെയും ബാധിക്കുന്നതാണ്, അല്ലെ നിങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ കുട്ടികളായ നിങ്ങളുടെ പങ്ക് എന്താണ് എന്നതാണ് ഇനി പറയുന്നത്. അതായത് രക്ഷകർത്താക്കളോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു നോക്കുന്നതിന്റെ മറ്റൊരു രീതി തന്നെയാണ് നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നത്. അതായത് വീട്ടിൽ നമ്മൾ എന്ത് ചെയ്യുക, വീട്ടുകാരുടെ സ്കൂളിൽ നടക്കുന്നതായിക്കോട്ടെ കോളേജിൽ നടക്കുന്നതായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ പാരൻസിനോട് തുറന്ന് പറയാനുള്ള ഒരു സൗഹൃദാന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ രീതി നിങ്ങൾ സൃഷ്ടിക്കുക. കാര്യം എന്താ വെച്ചാൽ അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ ചതിയും മതിനും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇപ്പം ഇതുപോലുള്ള ലഹരിക്ക് അടിമപ്പെട്ട കുട്ടികളോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്കൂളിൽ പുറത്തൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്താണ് നിങ്ങളെ ഇത്തരത്തിൽ ലഹരിക്ക് അടിമപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആദ്യം മനസ്സിലാവില്ല. അപ്പോൾ അത് നിങ്ങൾ പാരൻസിനോട് പറയുമ്പോൾ എന്ത് ചെയ്യും, അവർക്കത് തിരുത്തരാൻ പറ്റും, ആ കൂട്ടുകെട്ടിൽ നിങ്ങളെ ഒഴിവാക്കാൻ പറ്റും, മാറ്റി നിർത്തിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് സ്കൂളിലും കോളേജുകളിലും നടക്കുന്ന കാര്യങ്ങൾ ഒരു തുറന്ന ഒരു സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവരോട് പറയാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എന്താണ് കൂട്ടുകാരെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തിരഞ്ഞെടുക്കുക. എന്താണ് മോശം കൂട്ടുകെട്ട് മോശം ചങ്ങാതിയാണെങ്കിൽ എന്താണ് നമ്മളെയും മോശത്തിലേക്ക് മോശം കാര്യങ്ങളിലേക്ക് അടുക്കുവാൻ നയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കൂട്ടുകെട്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം കൂട്ടുകാരെ തിരഞ്ഞെടുക്കാനായിട്ട്. പിന്നെ എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ മൊബൈലൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ, ക്ലാസ്സുകൾക്ക് വേണ്ടി ഓൺലൈൻ ക്ലാസ്സുകൾക്ക് വേണ്ടിയാണ് അത് വന്നിരിക്കുന്നത്. അത് കിട്ടുമ്പോൾ അതിൽ ധാരാളം ഉപയോഗങ്ങളുണ്ട്, നല്ലതും ചീത്തയുമായ ഉപയോഗങ്ങൾ എന്താണ് സോഷ്യൽ മീഡിയാസിലെ മൊബൈലിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് നല്ല രീതിയിലേക്ക് മാത്രം നിങ്ങൾ എടുത്തിട്ട് മോശം അതായത് നല്ല ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാം, മോശം കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കാതിരിക്കുക. അതായത് എന്തിനാണ് മൊബൈൽ തന്നിരിക്കുന്നത്, പാരൻസ് തന്നിരിക്കുന്ന ഓൺലൈൻ ക്ലാസ്സുകൾക്ക് വേണ്ടിയായിരിക്കാം അല്ലെങ്കിൽ എന്താണ് പഠനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അതിനുവേണ്ടി മാത്രം ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ നല്ല സാധ്യതകളെ മാത്രം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അതിന്റെ എന്താണ് ബാക്കിയുള്ളത് നമ്മളെ നാശത്തിലേക്ക് നയിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക. എപ്പോഴും ഗെയിമും കണ്ട് അല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും പാട്ട് കേട്ടിരിക്കാതെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ആ ഒരു സോഷ്യൽ മീഡിയാസിന്റെ മൊബൈലിന്റെ ഉപയോഗം നിങ്ങൾ എന്താണ് കൊണ്ടുവരിക. അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ തന്നെ ഒരു വളർച്ച നിങ്ങൾക്ക് കൈവരിക്കാൻ പറ്റും. പിന്നെ എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾ എപ്പോഴും മടിപിടിച്ചിരിക്കാതെ, ഞാൻ പറഞ്ഞു അലസ മനസ്സ് വിശാഖത്തിന്റെ വാസസ്ഥലമാണെന്ന് പറഞ്ഞല്ലേ, അപ്പോൾ അതുപോലെ എപ്പോഴും മടിപിടിച്ചിരിക്കാതെ ചുറുചുറുക്കോടുകൂടി ഇരിക്കാൻ ശ്രമിക്കുക. ആക്റ്റീവായിട്ട് എപ്പോഴും ആക്റ്റീവായിട്ട് ഇരുന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് എന്താണ് ലഹരിക്ക് അടിമപ്പെടാതെ നല്ല രീതിയിൽ ജീവിതം കെട്ടിപ്പടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എന്താണ്
നല്ല രീതിയിൽ റൊട്ടീൻ വർക്ക്സ് എല്ലാം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ മെഡിറ്റേഷൻ യോഗ അതുപോലെ നേരത്തെ എണീറ്റ് അവനവൻ്റെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് നല്ല കുട്ടികളായിട്ട് മാറാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ ഇത്തരത്തിലൊക്കെ എന്താണ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ, അതുപോലെ ലഹരി വസ്തുക്കൾ അല്ലെങ്കിൽ ലഹരിയുടെ ഉപയോഗം ആരെങ്കിലും നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ചാൽ ലഹരിയോട് വേണ്ട അല്ലെങ്കിൽ അരുത് എന്ന് പറയാനായിട്ട് നിങ്ങൾ ശീലിക്കുക. ഇത്രയും എല്ലാ കാര്യങ്ങളും ചെയ്ത് നല്ല ഭംഗിയായിട്ട് പഠിച്ച് എന്താണ് നല്ല ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ പറയുകയാണ്. എനിക്ക് അടിമപ്പെട്ട് വളരെ കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ വളർത്തിയ അച്ഛൻ്റെ അമ്മയുടെ ആ ഒരു മകനാണ് ലഹരിക്ക് അടിമപ്പെട്ട് കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ലഹരിക്ക് അടിമപ്പെട്ട് വന്നപ്പോൾ എന്ത് സംഭവിച്ചത്? മരണത്തിന് കീഴടങ്ങിയത് അല്ലേ? അപ്പോൾ ഇതുപോലെ ഒരിക്കലും ആകാതിരിക്കാനാണ് പറയുന്നത്, ഒരു കാരണവശാലും നിങ്ങൾ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടു പോകരുതെന്ന്. നമുക്കിനി ഇത് ഈ ടോപ്പിക് ഈ ക്ലാസ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ ചാണക്യൻ പറഞ്ഞ ഒരു ഇതുണ്ട്, അതായത് അന്ധന് കാഴ്ചയില്ല, കാമാന്തന് ഒട്ടും കാഴ്ചയില്ല, മദ്യപാനിക്ക് തീരെ കാഴ്ചയില്ല, സ്വാർത്ഥതയുള്ളവന് അശേഷം കാഴ്ചയില്ല എന്ന വരികൾ നമുക്ക് ഓർക്കാവുന്നതാണ്. അതായത് ചാണക്യന്റെ വരികളാണ്. അതായത് എന്താണ്, അന്ധനെ കാഴ്ചയില്ലാത്തവനാണ് അന്ധനല്ലേ, പക്ഷെ അത് ആ അന്ധനേക്കാൾ കാഴ്ചയില്ലാത്തവനാണ് ആരെ വിശേഷിപ്പിച്ചിരിക്കുന്നത്? കാമാന്തനെ ഒട്ടും കാഴ്ചയില്ല. ആ കാമാന്തനേക്കാൾ കാഴ്ചയില്ലാത്തവനാണ് ഇത് മദ്യപിക്കുന്നത്, അതായത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവന് തീരെ കാഴ്ചയില്ല. അതിനേക്കാൾ കാഴ്ചയില്ലാത്തതായിട്ടാണ് സ്വാർത്ഥതയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതായത് ഈ ലഹരി വസ്തുക്കൾ കഴിയുമ്പോൾ ഇന്നത്തെ ലോകം ഇപ്പോൾ നിങ്ങളുടെ ഈ തലമുറ എന്ന് പറയുന്നത് സ്വാർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുകയാണ്. ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നോടൊപ്പം തന്നെ ഏതെങ്കിലും സുഹൃത്തുക്കളൊക്കെ ഉപയോഗിക്കുകയും നമ്മളെ നിർബന്ധിച്ചത്തേക്ക് പ്രലോഭിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു താൽക്കാലിക സുഖത്തിന് വേണ്ടി അല്ലെങ്കിൽ കൂട്ടുകാരനോടുള്ള സന്തോഷത്തിനൊപ്പമുള്ള സന്തോഷത്തിന് വേണ്ടി സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യാതിരിക്കുക, ലഹരിക്ക് അടിമപ്പെട്ട് പോകാതിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമായി കൂട്ടുകാരെ. നമുക്ക് എന്ത് ചെയ്യാം? നല്ല രീതിയിൽ പ്രവർത്തിച്ച് നല്ലൊരു തലമുറയെ വാർത്തെടുക്കാം. നിങ്ങളാണ് ഇനി രാജ്യത്തിന് ഈ വരും തലമുറയെ വാർത്തെടുക്കുന്ന ഒരു കൃത്യം നിങ്ങളുടെ കൈകളിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ ഉണർന്ന് പ്രവർത്തിക്കാം. അപ്പോൾ ഇത്തരത്തിൽ സ്വാർത്ഥ താല്പര്യങ്ങളെല്ലാം വെടിഞ്ഞ് നല്ല രീതിയിൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമായിരിക്കുന്നു. ആലസ്യത്തിൽ കിടക്കുന്ന ഒരു തലമുറയല്ല നമുക്ക് ആവശ്യം. നല്ല ക്രിയാശേഷിയുള്ള ക്രിയാത്മകമായ ചിന്തകളുള്ള നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തെയാണ് നമുക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ട് സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ വിബോധിത, ഉണരൂ പ്രവർത്തിക്കൂ.